പ്രത്യേകം ഒരു പഠനം തന്നെ ആവശ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനിൽ കിട്ടുന്നത് വളരെ നല്ലൊരു അവസരമാണ്. അത് നല്ല പോലെ ഉപയോഗിക്കുക. അതിനു മുന്നേ രക്ഷിതാക്കളോടും കൂടി ഒരു അഭ്യർത്ഥന. ഇപ്പൊ നമ്മള് സ്റ്റിക്കർ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടികളുടെ ശ്രദ്ധ സ്റ്റിക്കറിലേക്ക് പോകുന്നുണ്ടാവും. അത് ഒന്ന് ഒഴിവാക്കുക. ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. അപ്പൊ ഇപ്പൊ പുസ്തകം നോക്കുക, സ്ക്രീനിൽ എന്തൊക്കെയാ ഷെയർ ചെയ്യുന്നത് എന്നുള്ളത് കാണണം. ശ്രദ്ധിക്കുമല്ലോ എല്ലാവരും? ഓക്കെ, മൈക്ക് ഓൺ ആക്കണ്ട കേട്ടോ. മൈക്ക് എല്ലാവരും ഓഫാക്കി ഒന്ന് വെക്കുക. ഓക്കെ, സ്റ്റിക്കർ വന്നോണ്ടിരിക്കുന്നു. ഒന്ന് ഓഫാക്കാം. ഞാനും എന്തോ ടീച്ചറുടെ പേരെന്താ? എന്റെ പേര് ഊർമിള എന്നാണ്. നേരത്തെ പറഞ്ഞല്ലോ മാഷേ, കേട്ടിട്ടില്ലേ? ഒരിക്കൽ പറയുമ്പോൾ തന്നെ കേൾക്കണേ. ഇനി പറയുന്ന കാര്യമല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് പോകാം. 4ാം ക്ലാസ്സിന്റെ ആദ്യത്തെ പാഠം. ഞാൻ വീഡിയോ ഓഫ് ആക്കാം കേട്ടോ. 4ാം ക്ലാസ്സിന്റെ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് നമ്മൾ ഓരോ യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. ജീവകണികാഹ എന്ന ഒരു യൂണിറ്റ്. അതിലെ 1ാമത്തെ പാഠം ആകാശകാന്തിഹി. ആകാശകാന്തിഹി എന്നുള്ളതാണ് 1ാമത്തെ പാഠം. അതല്ലേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഓരോ വാക്കും നമ്മളെ ടെക്സ്റ്റിലുള്ള ഓരോ പദവും നിങ്ങൾ വ്യക്തമായി കാണണം, എഴുതി പഠിക്കണം. 4ാം ക്ലാസ്സിലായതുകൊണ്ട് തന്നെ എഴുതാനുണ്ടാവും. അപ്പൊ അങ്ങനെ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോഴും ഒന്ന് അമ്മമാരും കുട്ടികളും രണ്ടുപേരും ഒന്ന് ടെക്സ്റ്റില് ശ്രദ്ധിക്കണം. ടെക്സ്റ്റ് കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ ആകാശകാന്തിഹിന്ന് ഉള്ള പാഠത്തിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് കുറച്ച് വാക്കുകൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. കാണുന്നില്ലേ? അതൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാം. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇപ്പം സ്ക്രീനിൽ കാണുന്നത് ആദ്യത്തെ ചിത്രം ആകാശത്തിൻ്റെതാണ്. ടീച്ചറെ എനിക്ക് കാണുന്നില്ല. അത് മേലേക്കൊന്ന് ടോപ്പിലേക്ക് ഒന്ന് മുകളിലേക്ക് മാറ്റിയാൽ മതി. മുകളിലേക്ക് ഉയർത്തിയാൽ കാണാം. മക്കളെ ഇത് കേൾക്കാൻ പറയാം. പറയാം. അപ്പൊ നമുക്ക് 8 പാഠങ്ങളാണുള്ളത്. അതില് 6 പാഠത്തിൽ നിന്ന് ചോദ്യം വരുന്നതാണ് ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയ അറിവ്. എന്നാലും നമ്മൾ 8 പാഠവും പഠിച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോകാം. ഓക്കെ, മൈക്ക് ഓഫ് ആക്കാം. അപ്പൊ സ്ക്രീനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കേ. സ്ക്രീനിലേക്ക് കാണുന്നില്ല. അപ്പൊ സ്ക്രീനിലേക്ക് കാണണമെങ്കിൽ മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. അപ്പൊ കാണും. അത് നിങ്ങള് സ്ക്രീനിന്റെ ടോപ്പിലേക്ക് സ്വൈപ്പ് ചെയ്യണം. അപ്പൊ മുകളിലത്തെ ഇതിൽ കാണാൻ പറ്റും. ഒരാളെ മുഖം വരുന്നത് നോക്കി നിൽക്കരുത്. ഏറ്റവും മുകളിലേക്ക് നോക്കിയാൽ സ്ക്രീൻ കാണാം. ഓക്കെ, കാണുന്നവർ നോക്കാം. അപ്പൊ ആദ്യത്തെ ചിത്രം ആകാശത്തിന്റെ ഒരു ചിത്രമാണ്. പക്ഷെ അതിന്റെ നേരെ എഴുതിയത് ആകാശം എന്നാണോ ഗഗനം എന്നാണോ? അല്ലല്ലോ. ചന്ദ്രഹ എന്നാണ് എഴുതിയിട്ടുള്ളത്. ചന്ദ്രഹ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചിത്രങ്ങൾ അതാതിന്റെ പേര് നിങ്ങൾ പഠിക്കണം, ഉറപ്പിച്ച് പഠിക്കണം. അപ്പൊ അത് യോജിപ്പിക്കാൻ ഉണ്ടാവുമായിരിക്കും. അപ്പൊ ഓരോ ചിത്രം തന്നിട്ട് ഏതാണ് ചേരുന്നത് എന്ന് വാക്കുകൾ അപ്പുറം കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ വാക്കുകളും ഏകദേശം ഒന്ന് സൂത്രത്തിൽ വായിക്കാൻ പഠിക്കണം. ഏകദേശം അക്ഷരങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചതല്ലേ. അപ്പൊ ച എന്ന് കണ്ടാൽ ച 2ാമത്തെ അക്ഷരം കിട്ടുന്നില്ലല്ലോ, അതെന്തൊക്കെയോ നമ്മൾ പഠിച്ച അക്ഷരമൊന്നും അല്ലല്ലോ, അക്ഷരമാലയിൽ ഇല്ലല്ലോ എന്ന് കാണുമ്പോൾ പേടിക്കണ്ട. ആദ്യത്തെ അക്ഷരം നോക്കോ. ച എന്നത് നമുക്ക് ചിക്രോഡഹ എന്നെല്ലാം പഠിച്ചിട്ട് നമ്മൾ 1ാം ക്ലാസ്സിനെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ച എന്നുള്ള അക്ഷരം നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. അപ്പൊ ചായയിൽ തുടങ്ങുന്നത് എന്താണ്? ച നായുടെ പകുതി ഉണ്ടല്ലോ. അപ്പൊ ചന്ദ്രഹ എന്നാണ് ആ വാക്ക്. അപ്പൊ ഇത് ആകാശത്തിന്റെ പേരല്ല. അപ്പൊ അടുത്ത ചിത്രം നോക്കുക, ചന്ദ്രന്റെ ചിത്രമുണ്ട്. അപ്പൊ ഇതാണല്ലോ, അതിന് യോജിക്കുക. അപ്പൊ ഒന്ന് യുക്തിപൂർവം ചിന്തിച്ച് യോജിപ്പിക്കാൻ പറ്റണം അല്ലേ. ചന്ദ്ര. 2ാമത്തെ പദം എന്താണ്? പദം വായിക്കാം.
സൂര്യ ആ അതെ 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 അതെ. ആ ഒരു 2-3 പറഞ്ഞാൽ മതിയേ. ആ സൂര്യ ഓക്കെ, 2-3 പറഞ്ഞാ മതി. ഓക്കെ, മൈക്ക് ഓഫ് ആക്കാം. സൂര്യഹ എന്നുള്ളതാണ് അടുത്ത പദം. അപ്പൊ സൂര്യഹ എന്നുള്ള ചിത്രം കാണുന്നില്ലേ? 1, 2, 3 ചിത്രമാണ് സൂര്യഹ എന്നുള്ളത്. ചന്ദ്രൻ അടുത്ത ചിത്രം, അടുത്ത പദം നീടം എന്നാണ്. നീടം, നീടം എന്താണ് അർത്ഥം? പക്ഷിക്കൂട്, കോഴിക്കോട് എന്നാണ്. അപ്പൊ അത് കൂടുമായിട്ട് യോജിക്കും. ഓക്കെ മക്കളെ, മൈക്ക് എല്ലാവരും പറയാൻ നിന്നാൽ കുറെ സമയം പിടിക്കും. നമ്മൾ 1-ാമത്തെ പാഠം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഒട്ടരക്കുള്ളില്. അതുകൊണ്ട് പരമാവധി മൈക്ക് ഓണാക്കുന്നത് ഒന്ന് കുറക്കാം കേട്ടാ. അടുത്തത് നീടം കൂട്. ഐന്ദ്രജാപഹ. ഐന്ദ്രജാപഹ അറിയാലോ? മഴവിൽ. ആ ഓക്കെ, മഴവില്ലേ. അടുത്തത് പക്ഷിക്ക് എന്താ പറയാന്നറിയില്ലേ? പക്ഷിക്ക് ആ വിഹഗഹ. ആ വിഹഗഹ. വിഹഗാഹ എന്ന് അവിടെ ഇല്ല, വിഹഗഹ എന്നേ ഉള്ളൂ. വിഹഗഹ എന്ന് വെച്ചാൽ ഒരു പക്ഷി, വിഹഗാഹ എന്ന് പറഞ്ഞാല് കുറെ പക്ഷികൾ. അപ്പോ ഇവിടെ വിഹഗഹ പക്ഷിയായിട്ട് യോജിപ്പിക്കേണ്ടത്. അടുത്തത് ദീപഹ. ദീപഹ അറിയാലോ? അത് താഴെ ഗഗനം എന്ന് കൊടുത്തിട്ടുണ്ട്. ആരും മൈക്ക് ഓണാക്കേണ്ടതില്ല. ആകാശമല്ലേ? നിങ്ങൾ അവിടുന്ന് പറഞ്ഞാൽ മതി. അവിടുന്ന് ഉച്ചത്തിൽ പറഞ്ഞോളൂ, മൈക്ക് ഓഫ് ആക്കിയിട്ട് പറഞ്ഞോളൂ. അല്ലാണ്ട് മൈക്ക് ഓൺ ആക്കിയിട്ട് ആരും പറയേണ്ടതില്ല കേട്ടോ. മക്കളെ മക്കളെ നിങ്ങളെ അമ്മമാർക്ക് മൈക്ക് ഓഫ് ആക്കിയിട്ട് അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ചോദ്യം ചോദിക്കുമ്പോൾ മൈക്ക് ഓണാക്കണ്ട, ഓഫ് ആക്കായിട്ട് തന്നെ അമ്മമാർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. നമ്മളത് അമ്മമാരോട് ചോദിച്ചോളാം, അതായത് ടീച്ചർമാർ കേട്ടാ. ഇനി ഓക്കെ എന്ന് പറയാനും മൈക്ക് ഓണാക്കണ്ട, അന്നേരം ചോദിക്കുമ്പോൾ മാത്രം ഓണാക്കിയാൽ മതി. ഓക്കെ, ഗഗനം എന്നാല് ആകാശം എന്നാണ് അർത്ഥം. ഗഗനം ഏറ്റവും മുകളിലുള്ള ചിത്രം, ദീപം. അപ്പൊ ഇങ്ങനെ ഒരു പ്രവർത്തനം വന്നാൽ, മക്കളെ മൈക്ക് ഓഫ് ആക്കൂ കുട്ടികളെ. അപ്പൊ ഇങ്ങനെ ഒരു ചിത്രം വന്നാൽ, ഇങ്ങനെ ഒരു പ്രവർത്തനം തന്നാല് നിങ്ങൾക്ക് അത് യോജിപ്പിക്കണമെങ്കിൽ ആ വാക്ക് വായിക്കാൻ അറിയണം. അപ്പൊ ടെക്സ്റ്റില് ഇപ്പൊ നമ്മളെ 12-ാമത്തെ പേജിൽ 12, 13 പേജിലായിട്ടാണ് ആ ചിത്രങ്ങളൊക്കെ ഉള്ളത്. 12, 13 പേജുകൾ നോക്കുക. അതില് ആ ചിത്രങ്ങളും അതിന്റെ പേരും നിങ്ങൾ എഴുതിയോ വായിച്ചോ എല്ലാം പഠിക്കണം. എന്നാലും മാത്രമേ നമുക്ക് പെട്ടെന്ന്, നിങ്ങൾക്ക് ചോദ്യം 4-ാം ക്ലാസ് ആയതുകൊണ്ട് ചിലപ്പോൾ വായിച്ചു തരണം എന്നില്ല, എന്നാലും സ്വന്തമായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി പറ്റണം. നമ്മൾ സ്കോളർഷിപ്പ് പരീക്ഷ എഴുതുന്നവരല്ലേ, അപ്പോൾ സ്വന്തമായിട്ട് വായിക്കാനുള്ള ഒരു കഴിവും കൂടി നേടിയിട്ട് വേണം പരീക്ഷ എഴുതാൻ പോവാൻ. അപ്പൊ 12, 13 പേജിലെ വാക്കുകള്, പദങ്ങള് വായിച്ചും എഴുതിയും പഠിക്കുക. ഗഗനം, ഐന്ദ്രഹ ചാപഹ, വിഹഗാഹ, നീടം, സൂര്യഹ, ചന്ദ്രഹ, ദീപഹ എന്നുള്ളത്. ഇനി ഏത് ഈ എക്സാം സ്കോളർഷിപ്പ് എപ്പ നടക്കുക? സ്കോളർഷിപ്പ് പരീക്ഷന്റെ എല്ലാം നിർദ്ദേശങ്ങൾ, നിങ്ങളെ വിവരങ്ങൾ ടീച്ചർമാർ അറിയിക്കും കേട്ടോ. നിങ്ങളുടെ സംസ്ഥാന ടീച്ചർമാർ. ഇത് LSS പരീക്ഷ കഴിഞ്ഞിട്ടാണോ പിന്നെ ഈ പരീക്ഷ വരുന്നത്? നമ്മുടെ 27-നാണ് ഇപ്പം പരീക്ഷ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കുട്ടികളെ
നമുക്ക് എല്ലാവരും മൈക്ക് ഓഫ് ആക്കി വർത്താനം ഇപ്പൊ ക്ലാസ്സിൽ ശ്രദ്ധിക്കണം എല്ലാവരും കേട്ടോ. ക്ലാസ്സിൽ ശ്രദ്ധിക്കണം. മറ്റു ചോദ്യങ്ങളൊന്നും ഇപ്പൊ വേണ്ട. ബാക്കിയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളൊന്നും ഇപ്പൊ വേണ്ട കേട്ടോ. ഇപ്പൊ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ നോക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെ സംസ്കൃതം ടീച്ചർമാർ ക്ലാസ്സിൽ വന്നാല് ചോദിച്ച് മനസ്സിലാക്കുക. ഇപ്പം 12, 13 പേജിൽ എല്ലാം വായിക്കാൻ നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി ചിലപ്പോൾ ഇപ്പോഴത്തെ പുതിയ മോഡൽ ക്വസ്റ്റ്യനില് നമുക്ക് ഓണപരീക്ഷക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പരീക്ഷ എഴുതിയിട്ടുണ്ട്. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്, വേറിട്ട ഗണം ഏത് എന്നൊക്കെ, അനുചിതം ഗണം, ഉചിതം ഗണം എന്നൊക്കെ പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അതേപോലെ ഉള്ള ചോദ്യം ചിലപ്പോ വന്നേക്കാം പുതിയ മോഡലില് പുതിയ മാതൃകയിലുള്ള ക്വസ്റ്റ്യൻസ് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്കും വന്നേക്കാം. അപ്പൊ അത് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ശബ്ദകോശത്തിലെ പദങ്ങളും കൂടി ചേർത്ത് ഒന്ന് വായിക്കണം. നമുക്ക് ഈ പാഠത്തില് സൂര്യന് ഒരുപാട് പേരുകൾ വന്നിട്ടുണ്ട് അല്ലെ? സൂര്യന് സൂര്യഃ, ദിനനാഥഃ, രവിഃ, രവിഃ എല്ലാം വായിക്കാം. അല്ല, ഞാൻ വായിച്ചു തരാം. ടീച്ചറെ മൈക്ക് ഓൺ ആയിക്കോളും. സോറി, കുട്ടികളോട് മൈക്ക് ഓഫ് ആക്കാൻ പറഞ്ഞ് ഞാൻ ഓഫ് ആക്കിയതല്ലേ. അപ്പൊ സൂര്യഃ എന്നുള്ള പദത്തിന്, സൂര്യഃ എന്ന വാക്കിന് മറ്റു പദങ്ങളും കൂടി ആ ടെക്സ്റ്റില് അതേ കവിതയിലുണ്ട്. ദിനനാഥഃ, ദിനനാഥഃ വിഭാതി സൂര്യോ ദിനനാഥ, സൂര്യനാണ്. രവിഃ, നിലീയ ക്രീഡത രവിചന്ദ്രവ, അതിലെ രവി സൂര്യനാണ്. അസ്തംയാദിച്ച ദിവാകര, ദിവാകരൻ സൂര്യനാണ്. അപ്പൊ സൂര്യന് തന്നെ പല പേരുകളും വന്നിട്ടുണ്ട്. അപ്പൊ സൂര്യന്റെ കുറെ പദങ്ങള്, അതില് ഒന്ന് മാത്രം വേറെ ചന്ദ്രന്റെ പേരും കൊടുത്താല് അത് തിരിച്ചറിയാൻ പറ്റണം. സൂര്യന്റെ പേരും ചന്ദ്രന്റെ പേരും ഒക്കെ വേറെ വേറെ മനസ്സിലാക്കണേ. അതുപോലെ ഗഗനം എന്ന് വെച്ചാൽ ആകാശം, അത് രണ്ടും ഒരേ അർത്ഥം വരുന്ന പദങ്ങളാണ്, സമാന പദങ്ങൾ എന്ന് പറയും. ഗഗനം ആകാശം. മേഘഃ ജലദഃ, മേഘം എന്നതിന്റെ അതേ അർത്ഥത്തിലുള്ള പദാണ് ജലദഃ, ജലം നൽകുന്നത് എന്നുള്ള അർത്ഥത്തില് ജലദഃ. പിന്നെ മിന്നലിന് തടിത്ത്, വിദ്യുത്. ഈ വാക്കുകളിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉള്ളതാണ്. ശബ്ദകോശത്തില് നിങ്ങളുടെ പേജ് 16 തടിത്ത്, വിദ്യുത് എന്ന വാക്കുകളുണ്ട്. അപ്പൊ ആ ശബ്ദകോശത്തിലെ പദങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ ധ്വനി, ഭുവനം, പേജ് 16 ശബ്ദകോശ എന്ന് പറഞ്ഞ എല്ലാ പാഠത്തിന്റെയും അവസാനം പേജ് 16 16 പേജിലാ. അതെ, അപ്പോ അതൊന്ന് നോക്കിയാൽ മതി. പിന്നെ ധ്വനിഹി രവഹ, ധ്വനി എന്ന് വെച്ചാൽ ശബ്ദം. ഇപ്പൊ ഈ പാഠം എന്ന് പറയുന്നത് പ്രകൃതിയിലെ ഓരോ അവസ്ഥകളെയും കുറിച്ച് പറയുന്നുണ്ട്. ഉദയം പറയുന്നുണ്ട്, സൂര്യോദയം പറയുന്നുണ്ട്. ഒരു മൈക്കൊന്ന് ഓഫാക്കും. സൂര്യോദയം പറയുന്നുണ്ട്, സൂര്യാസ്തമനം പറയുന്നുണ്ട്, മഴയെ കുറിച്ച് പറയുന്നുണ്ട്, മിന്നല്, എല്ലാ കാര്യങ്ങളും ഈ പാഠത്തിൽ, ഒറ്റ പാഠത്തിൽ തന്നെ വന്നു. പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങൾ അല്ലെ. അപ്പൊ അതെല്ലാം ഒന്ന് വൃത്തിയായിട്ടൊന്ന് പഠിക്കുക. അപ്പൊ ശബ്ദകോശം നോക്കണമെന്ന് മനസ്സിലായില്ലേ? അതുപോലെ സമാനാർത്ഥക പദാനി ലിഖതു എന്നുള്ള ഒരു പ്രവർത്തനം നമ്മളെ ടെക്സ്റ്റിൽ തന്നെയുണ്ട്. ആകാശം എന്നുള്ളതിന് സമാനമായ ഒരു പദമാണ് ഗഗനം. സൂര്യഃ എന്നുള്ളതിന് സമാനമായ പദമാണ് ദിനനാഥഃ, രവിഃ, ദിവാകരഃ. ഇതൊക്കെ മേഘത്തിന് സമാനമായ പദമാണ് ജലദഃ. അതൊക്കെ നിങ്ങൾ ടെക്സ്റ്റിലെ പ്രവർത്തനത്തിൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത സ്ലൈഡ് ഒന്ന് കാണിക്കാം. പക്ഷേ അനുചിതം ഗണം ചിനോതു, അനുചിതമായ ഒരു ഗ്രൂപ്പ്.
അപ്പൊ ഇത് ഞാൻ മനഃപൂർവ്വം ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യം ഉണ്ടാക്കിയതാണ്, ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ്. ഒന്ന് നോക്കുക. താരാഹ മേഘാഹ ഗ്രഹാഹ. രണ്ടാമത്തെ വിഹഗാഹ സൂര്യഃ ചന്ദ്രഃ. മൂന്നാമത്തെ വിമാനം വിഭാതി വർഷതി. അപ്പൊ ഇതില് ഏകദേശം അനുചിതമായിട്ട് തോന്നുന്നത് ഏതാ? ഒന്നാമത്തേതില് നമ്മൾ ടെക്സ്റ്റില് ആകാശത്തിൽ മൂന്നാമത്തെ. ഓക്കെ. അപ്പൊ ടെക്സ്റ്റില് ആകാശത്തിലുള്ള മൂന്നാമത്തെ അല്ലേ? മൂന്നാമത്തെ. അതിലെ ആകാശത്തിലുള്ള കുറെ കാര്യങ്ങള്, ആകാശത്തിലുള്ള കുറെ പദങ്ങള് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പേജ് 15 ആകാശത്ത് കാണുന്ന ദൃശ്യങ്ങള്. അപ്പൊ അതിൽ പെടാത്ത രണ്ടെണ്ണാണ് മൂന്നാമത്തേൽ കൊടുത്തിട്ടുള്ളത്. വിഭാതി വർഷതി എന്നുള്ള രണ്ട് ക്രിയാപദാണ് അല്ലെ. വിമാനം വിഭാതി വർഷതി. വിമാനം അതിൽ പെടും, പക്ഷെ വിഭാതിയും വർഷതിയും ക്രിയാപദത്തില് പെടുന്നതാണ്. 15-ാമത്തെ പേജില് ആകാശവുമായി ബന്ധപ്പെട്ട കുറച്ച് പേരുകളുണ്ട്. പേജ് 15. ഓക്കെ. ഇനി ആ പാഠത്തിൽ തന്നെ ആ ഭാഷയെടുത്തത് എടുത്തോ. വിഹഗാഹ. നേരത്തെ പറഞ്ഞതുപോലെ യഥോചിതം. ആ മൈക്കൊന്ന് ഓഫാക്കും. യഥോചിതം യോജിച്ചതും. അപ്പൊ ആ പാഠത്തിലെ തന്നെ മറ്റൊരു പ്രവർത്തനമാണ് പേജ് 13 നമ്മൾ ചെയ്തത്. വിഹഗാഹ. വിഹഗാഹ എന്നതിനോട് ചേരുന്നത് നീടം എന്ന പദമാണ്. ഗഗനം എന്നതിനോട് ചേരുന്നത് നീലമാണ്. ചന്ദ്രഹ എന്നതിനോട് ചേരുന്നത് വിഭാതിയാണ്. അജലദഹ എന്നതിൻ്റെത് അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ടൈപ്പ് ചെയ്തേല് വർഷതി എന്ന് എഴുതിയപ്പോ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. വർഷതി എന്ന് നിങ്ങൾ വായിക്കുക കേട്ടാ. ജലദഹ വർഷതി. അതും കഴിഞ്ഞ് വിഭാതി. ഇനി നമുക്ക് പഠിക്കാനുള്ള അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് പഠിക്കാനുള്ളത്. ഭ എന്ന അക്ഷരം അല്ലെ. ഭ എന്ന ഒരു അക്ഷരം പഠിക്കാനുണ്ട്. ആ സ്ലൈഡിലുള്ളതല്ല, ടെക്സ്റ്റിലൊന്ന് നോക്കാം. ഭ എന്ന അക്ഷരം എഴുതാൻ അറിയില്ലേ? നമ്മൾ ഫ എന്ന് ഉച്ചരിക്കരുത്, ഭ എന്ന് തന്നെ ഉച്ചരിക്കണം. പേജ് 14 അക്ഷരം ഫലം. കുറെ ആൾക്കാർ അത് ഫലം എന്ന് പറയും. ഫലമല്ല, നമ്മള് ഇമോജി അയക്കുന്നതൊന്ന് ഒഴിവാക്കാൻ പറയോ? ഇമോജി അയക്കുന്നതൊന്ന് ഒഴിവാക്കാൻ പറയോ? കുട്ടികളെല്ലാം ശ്രദ്ധ അതിലേക്കാ പോകുന്നത്. അത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികളെ ഒന്നുകൂടി പറയുന്നു. ഇമോജി അയക്കുമ്പോ അതിലേക്ക് ശ്രദ്ധ പോവും. അതുകൊണ്ട് രക്ഷിതാക്കളും കൂടി ഇരിക്കുന്ന രക്ഷിതാക്കളും ശ്രദ്ധിക്കുക, കുട്ടികളും ശ്രദ്ധിക്കുക. ഇമോജി ഒഴിവാക്കുക. ഭ എന്നുള്ള അക്ഷരം ഫലം. ഭായിൽ തുടങ്ങുന്ന ചിലപ്പോ വാക്കുകൾ റൗണ്ട് ചെയ്യാൻ, വലയം ചെയ്യാൻ ചിലപ്പോ വന്നേക്കാം. ഫലം എന്നുള്ള ഫലം കേട്ടോ. ഫയല്ല ഭായാണ്. രണ്ട് ചുണ്ടും കൂട്ടിമുട്ടിച്ച് ഉച്ചരിക്കേണ്ട ഒരു ശബ്ദമാണ് അത്. പ ഭ ബ ഭ മ. ഈ ഇത്രയും 5 അക്ഷരങ്ങള് രണ്ട് ചുണ്ടും മുകളിലത്തെ ചുണ്ടും താഴത്തെ ചുണ്ടും കൂട്ടിമുട്ടിച്ചിട്ട് ഉച്ചരിക്കേണ്ട ശബ്ദങ്ങളാണ് അതിലുള്ളത്. അപ്പൊ ഫ എന്ന് പറയുമ്പോൾ ചുണ്ട് കൂട്ടിമുട്ടില്ല. അപ്പൊ അങ്ങനെയല്ല ഉച്ചാരണം, ഖ എന്നാണ്. ഓക്കെ. ഇനി ഒരു തരം വളരെ ബുദ്ധികെട്ട രീതിയിലുള്ള ഇമോജി എല്ലാം വരുന്നുണ്ട് ടീച്ചറെ. അതിപ്പോ അവരെ വിടുന്നവരെ ഒന്ന് ശ്രദ്ധിക്കണം. കുട്ടികളെ, നമ്മളിപ്പോ സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിന് വന്നതല്ലേ. അപ്പോ ഇതിൽ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിയാൽ 25 മാർക്ക് വാങ്ങിയാലേ സാധ്യതയുള്ളൂ.
കാരണം ഓരോ അക്ഷരത്തെറ്റിനും മാർക്ക് കുറയും. അതുകൊണ്ട് ഇപ്പോഴത്തെ ക്ലാസ് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് മൊത്തം LSSന്റെ ക്ലാസ് ആയിരിക്കും മിക്കവാറും. അതുകൊണ്ട് ഇപ്പം കിട്ടുന്ന ഈ അവസരം നല്ലപോലെ ഉപയോഗിക്കുക. ഇമോജികൾ ഒഴിവാക്കുക, മൈക്കും ആവശ്യത്തിന് മാത്രം ഓണാക്കുക. ഓക്കെ, ഇനി ഒരു ഒരു തരത്തിലുള്ള പ്രവർത്തനം കൂടി വരാം. എല്ലാരും കേട്ടല്ലേ? രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് തന്നെ വന്ന അഭിപ്രായമാണ് ഇമോജി ഇടുന്നവരെ ഒഴിവാക്കുക എന്നുള്ളത്. നോക്കാം. അപ്പോ ഒരു തരത്തിലും കൂടി ചോദ്യങ്ങൾ വരാം. അക്ഷരങ്ങള് ഡിസോർഡറിൽ കൊടുത്തിട്ട് ഇമോജി ഇടുന്നവരെ ഒഴിവാക്കുന്നുണ്ട്. അപ്പം ശ്രദ്ധിക്കുക, ഇനി ഇമോജി ഇടാൻ പാടില്ല. ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് റിമൂവ് ചെയ്യും കേട്ടോ. ഓക്കെ സാർ. ഈ സ്ക്രീനിൽ നോക്കുക. ഈ തരത്തിലും കൂടി ചോദ്യങ്ങള് നമുക്ക് വരാം. അപ്പോ ഒരു പദം അതിന്റെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് നമുക്ക് തരും. അത് നമ്മൾ ക്രമത്തിലെടുത്ത് വെച്ച് അർത്ഥമുള്ള ഒരു പദം ഉണ്ടാക്കണം. അപ്പോ ഭ, വി, തി. അപ്പോ അതെങ്ങനെ ശരിയാക്കാം? വി, ഭാതി. അതാണ് ശരിയായ പദം. പിന്നെ തു, യാ, ആ, ആയാതു. ല, ദഹ, ജ, ജലദഹ. ഈ 3 പദങ്ങള് മാത്രം പഠിച്ചാൽ പോരാ. പിന്നെ ഓരോ പാഠത്തിന്റെ ഹെഡിങ് അടക്കം പഠിക്കണം. ആകാശകാന്തിഹി എന്നുള്ളത് നമ്മൾ ഈ പ്രവർത്തനം ശരിയായി ചെയ്യാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന പദങ്ങൾ എഴുതി പഠിക്കലാണ്. അപ്പോ ആകാശകാന്തിഹി ചിലപ്പോ വലിയ 4ാം ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് വലിയ പദങ്ങളൊക്കെ വന്നാൽ എഴുതാൻ പറ്റില്ല. ടീച്ചറെ, ഈ ഇമോജി ഇടുന്നതും മൈക്ക് ഓഫ് ആക്കാൻ പറയാ. പിന്നെ ഓരോരുത്തർ പറയുമ്പോ നമ്മളെ കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അത് കേൾക്കുന്നില്ല. ആൻസർ പറയുന്നില്ല ഓരോ കുട്ടികള്. അതെ, അത് പറയലാന്ന് പറയാം. അന്നേരം നമുക്ക് കുട്ടികൾക്ക് അവർക്ക് കേൾക്കുന്നില്ലല്ലോ. അതെ, കുട്ടികളെ രക്ഷിതാക്കൾക്ക് മാത്രം പറഞ്ഞു കൊടുക്കുക. ഇവിടെ മൈക്ക് ഓൺ ആക്കിയിട്ട് പറയണ്ട. ഇനിയും പറയാൻ ആക്കരുതേ. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനം ചെയ്യണമെങ്കിൽ നമുക്ക് അത് എഴുതിയിട്ട് തന്നെ പഠിക്കണം. ആകാശകാന്തിക്ക്. പിന്നെന്താ പാഠത്തിന്റെ പേര്? അതിന് മുന്നേറ്റത് ജീവകണികാഹ. ചിലപ്പോ അതൊക്കെ ചോദിച്ചേക്കാം. ജീവകണികാഹ. അപ്പൊ അത് എഴുതാൻ ഒരു സൂത്രമുണ്ട്. മറ്റേ വിസർഗമൊക്കെ കാണുന്നത് എപ്പോഴും അവസാനമായിരിക്കും അല്ലെ? വിസർഗം വരുന്ന അക്ഷരം ഏറ്റവും അവസാനമായിരിക്കും. എങ്ങനെയും നമ്മൾ പറഞ്ഞു നോക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് വായിച്ചു നോക്കുക ആദ്യം, എന്നിട്ട് എഴുതാൻ തുടങ്ങുക. പിന്നെ ഒരു കാര്യം കൂടെ ഇടക്ക് പറഞ്ഞോട്ടെ. നമ്മൾ എഴുതിയത് മായ്ച്ചോണ്ടും നിന്ന് എന്താണ് എഴുതിയതെന്ന് മനസ്സിലാവാത്ത തരത്തിൽ എഴുതരുത് പരീക്ഷയ്ക്ക്. അപ്പൊ അതിന് മിക്കവാറും തെറ്റാണ് ഇടുക. അപ്പൊ ആദ്യം നമ്മൾ ഉത്തരം ഉറപ്പിച്ചതിന് ശേഷം മാത്രം എഴുതാൻ തുടങ്ങുക. പല പ്രാവശ്യം വായിക്കുന്ന ആ ഒരു ശീലം മാറ്റാം. 4ാം ക്ലാസ്സിലായതുകൊണ്ട് പെന്നുകൊണ്ട് തന്നെ ആയിരിക്കും എഴുതുക. അപ്പോൾ വ്യക്തമായി മനസ്സിലാവുന്ന തരത്തിൽ ആ വിസർഗെല്ലാം ഒരു ചെറിയ കുത്തിനെ കൊണ്ടിങ്ങനെ കുത്തിയാൽ മാത്രം പോരാ. കുറച്ച് കാണുന്ന തരത്തിൽ തന്നെ ഇടണം. പിന്നെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഇപ്പൊ ആകാശകാന്തി ആണെങ്കിൽ ആ കാന്നുള്ള കാ എന്നതിനൊരു ആ ചിഹ്നം കൂടിയുണ്ട്. അപ്പൊ ഇപ്പുറത്തേക്ക് അത് എടുത്ത് എഴുതുമ്പോൾ ക്രമത്തിൽ ഓർഡറിലേക്ക് എഴുതുമ്പോൾ വെറും കാ എന്ന് എഴുതി പോയാൽ ആ ഉത്തരം തെറ്റും. അപ്പൊ ഓരോ അക്ഷരവും എഴുതുമ്പോൾ വളരെ ശ്രദ്ധിച്ച് എഴുതണം. പിന്നെ കുറച്ച് അടുത്ത ചോദ്യങ്ങള് ഇമോജിയും ഉത്തരവും ഒന്ന് രക്ഷിതാക്കളോട് മാത്രം ഒന്ന് പറയാ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. വീണ്ടും ഇമോജി വന്നു തുടങ്ങിയാലും അവരെ ഒഴിവാക്കുന്നുണ്ട്. അടുത്തത് വിഹഗാഹ കുത്ര ഗച്ഛന്തി. വിഹഗാഹ കുത്ര ഗച്ഛന്തി. ബ്രാക്കറ്റിലെ ചന്ദ്രഹ എന്നുണ്ട്, നീടം എന്നുണ്ട്. അപ്പോ അത് വായിച്ചിട്ട് നിങ്ങൾ അമ്മമാർക്ക് പറഞ്ഞു കൊടുത്താൽ മതി.
ഇവിടെ മൈക്ക് ഓൺ ആക്കിയിട്ട് പറയണ്ട. വിഹഗാഹ കുത്ര ഗച്ഛന്തി. അപ്പൊ കുത്ര എന്ന് വെച്ചാൽ എവിടെ എന്നാണ് അർത്ഥം. നീടം ഗച്ഛന്തി, ചന്ദ്രനിലേക്കല്ല നീടം. ആ പാട്ടിന്റെ വരികൾ നമുക്ക് ബൈഹാർട്ടായിരിക്കണം. വിഹഗാ നീടം ഗച്ഛന്തി. പാട്ട് നിങ്ങൾ ഏത് രീതിയിലാ പഠിച്ചതെന്ന് അറിയില്ല. അപ്പൊ ആ പാട്ടിന്റെ വരി നമ്മള് മനസ്സിൽ ഉണ്ടായിരിക്കണം. തടിതഹ കുത്ര ശോഭന്തേ. തടിതഹ മിന്നൽ എവിടെയാണ് ശോഭിക്കുന്നത്? ഗഗനി, ആകാശത്ത്. ജലദഹ കാൻ വർഷതി. ജലദം മേഘം എന്താണ് വർഷിക്കുന്നത്? സൂര്യനെയും ചന്ദ്രനെയും അല്ല വർഷിക്കുന്നത്, ജലബിന്ദുൻ. ജലതോ വർഷതി ജലബിന്ദുൻ. പാട്ടിലെ വരികൾ ഓർമ്മയുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതാൻ പറ്റും. അക്ഷരങ്ങൾ എഴുതി പഠിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഉപകാരമായി. മൈക്ക് ഓഫാക്കാം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ പാഠത്തില് പഠിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ പാഠം നോക്കിയാൽ, പക്ഷെ അടുത്ത സ്ലൈഡ് ഒന്ന് കാണിക്കാം. രണ്ടാമത്തെ പാഠം ഒന്ന് ടെക്സ്റ്റിൽ നോക്കേ. സ്ലൈഡ് ഇപ്പൊ നോക്കാനായില്ല. ജീവദായിനി. അപ്പൊ എല്ലാം ഒന്ന് പറയുന്ന വാക്കുകളൊന്ന് അടിവരയിട്ട് നോക്കുക. ടെക്സ്റ്റിൽ നോക്കേ, പേജ് 18. ജീവദായിനി. ആ വാക്കും നേരത്തെ പറഞ്ഞ തരത്തില് അക്ഷരങ്ങള് ക്രമപ്പെടുത്തി എഴുതാനൊക്കെ വന്നേക്കാം. ജീവദായിനി എന്നുള്ള പദം. പിന്നെ ജലത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ഒരു പാഠാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു ചിലപ്പോ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. വിശ്വ ജലദിനം എപ്പോഴാ? അല്ലേ സാറേ? മാർച്ച് 22 ജലദിനം. അപ്പൊ അതൊന്ന് ഓർമ്മ വെക്കണേ. ഞാൻ അവസാനം പറയാന്ന് വിചാരിച്ചാണ്. നിങ്ങൾക്ക് ഒരു 2 ജനറൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ജനറൽ ക്വസ്റ്റ്യൻ 2 ഉണ്ടാവും. അപ്പോൾ ഇത് ടെക്സ്റ്റിൽ ഇല്ലാത്ത ഒരു ചോദ്യമായിരിക്കും. വിശ്വജലദിനം കഥാ ഭവതി. വിശ്വജലദിനം എപ്പോഴാണ്? അപ്പൊ മാർച്ച് 22 എന്നുള്ളത് എഴുതാൻ ഓർക്കണം. ആ രണ്ടാമത്തെ പാഠത്തിൽ മറ്റൊരു പ്രയോഗം പഠിക്കാനുള്ളത് കുതഹ എന്ന പദാണ്. കുതഹ അർത്ഥം എവിടെ നിന്ന് എന്നാണ് അർത്ഥം. കുതഹ എവിടെ നിന്ന്, എവിടെ നിന്ന് എന്നാണ് കുതഹ എന്നതിന്റെ അർത്ഥം. നദി, ടെക്സ്റ്റിലെ ആ പ്രവർത്തനം ഇതില് കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിൽ ഒന്ന് നോക്കാം. നദി പർവ്വതാത് പ്രവഹതി. പർവ്വതത്തിൽ നിന്ന് പ്രവഹിക്കുന്നു. നദി പർവ്വതാത് പ്രവഹതി. അപ്പൊ അതിന് ചോദ്യം എന്താ ഉണ്ടാക്കിയത്? നദി എവിടെ നിന്നാണ് പ്രവഹിക്കുന്നത്? അപ്പൊ എവിടെ നിന്ന് എന്നുള്ളതിന്റെ സംസ്കൃത പദം കുതഹ എന്നാണ്. നദി കുതഹ പ്രവഹതി. നദി എവിടെ നിന്നാണ് ഒഴുകുന്നത്? അവിടെ കുതഹ എന്നുള്ളതാണ് ചോദ്യവാചക ശബ്ദം. കുതഹ എവിടെ നിന്ന് എന്നുള്ളത് ഓർക്കണം. കുതഹ അല്ലാതെ മറ്റു ചോദ്യവാചക ശബ്ദങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് കുതഹ എന്നതിന്റെ അർത്ഥം ഒന്ന് ഓർപ്പിച്ചു നോക്കുക. എവിടെ നിന്ന്. അതിന്റെ ഉത്തരെല്ലാം നോക്കിയേ. ഉത്തരത്തിനെല്ലാം വരുന്നത് പർവ്വതാത്ത്, വിദ്യാലയാത്ത്, വൃക്ഷാത്ത്, പാത്രാത്ത്, എല്ലാത്തിനും ത് എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ. അതിൽ നിന്ന്, പർവ്വതത്തിൽ നിന്ന്, വിദ്യാലയത്തിൽ നിന്ന്, പാത്രത്തിൽ നിന്ന്, വൃക്ഷത്തിൽ നിന്ന്. അപ്പൊ അതിൽ നിന്ന്, ഏതിൽ നിന്ന് എന്ന് ചോദിക്കാൻ കുതഹ എന്ന പദം. ഓക്കെ. കുതഹ എന്നുള്ള പ്രയോഗം. പിന്നെ അടുത്തത് സ്ലൈഡ്. കുതഹ എവിടെ നിന്ന്, വിദ്യാലയാത് വിദ്യാലയത്തിൽ നിന്ന്, വൃക്ഷാത് മരത്തിൽ നിന്ന്,
പുസ്തകാത് പുസ്തകത്തിൽ നിന്ന്, യാനാത് വാഹനത്തിൽ നിന്ന്. ഇനി ചിലപ്പോ ചോദ്യം നിങ്ങൾക്ക് വന്നേക്കാം അല്ലേ? ഒരു ചിത്രം തന്നിട്ട് നേരെ തിരിച്ചും ചോദിച്ചേക്കാം. അപ്പൊ നദി കുതഹ പ്രവഹതി എന്ന് ചോദിച്ചിട്ട് ബ്രാക്കറ്റിൽ പർവ്വതം എന്ന് കൊടുത്താൽ എന്താണ് എഴുതുക? പർവ്വതാത് എന്ന് എഴുതണം. ഛാത്രാഹ കുതഹ ആഗച്ഛന്തി ബ്രാക്കറ്റിൽ വിദ്യാലയ എന്ന് കൊടുത്താൽ അതിന്റെ ശരിയായ രൂപം എഴുതണ്ടേ? കുട്ടി സ്കൂൾ വരുന്നു എന്നല്ലല്ലോ, കുട്ടി സ്കൂൾ വരുന്നു എന്നല്ല, കുട്ടി സ്കൂളിൽ നിന്ന് വരുന്നു എന്നാവാൻ വേണ്ടി വിദ്യാലയാത് എന്ന പ്രയോഗമാണ് നടത്തേണ്ടത്. അപ്പൊ കുതഹ എന്നത് അതിന്റെ ഉത്തരം എങ്ങനെ എഴുതേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഇനി പഠിക്കാനുള്ളത് സംഖ്യയാണ്. അടുത്ത സ്ലൈഡ് സംഖ്യന്റെ അല്ലേ പക്ഷെ? ആ, സംഖ്യ നിങ്ങള് രണ്ടിന്ന് 1 മുതലേ പഠിക്കുന്നുണ്ട്. 10 വരെ പഠിച്ചു, 15 വരെ പഠിച്ചു, 20 വരെ പഠിച്ചിട്ടുണ്ട് അല്ലെ? 3-ാം ക്ലാസ്സിൽ നിന്ന് 20 വരെ പഠിച്ചിട്ടില്ലേ? അപ്പോ സംഖ്യ എല്ലാവർക്കും എണ്ണാൻ അറിയായിരിക്കും, എഴുതാനും അറിയണം, അക്ഷരത്തിലും അക്കത്തിലും എഴുതാൻ അറിയണം. അതിന് ശേഷമുള്ള 1 മുതൽ 9 വരെ എഴുതാൻ പഠിച്ചാല് എത്ര സംഖ്യ വേണമെങ്കിലും നമുക്ക് എഴുതാം അല്ലെ? 1, 11 എന്ന് എഴുതണമെങ്കിൽ 2 1 ഇട്ടാൽ മതി. 22 23 എന്ന് എഴുതണമെങ്കിൽ 2 എന്നും 3 എന്നും എഴുതിയാൽ മതി. അപ്പം 1 മുതൽ 9 വരെ എഴുതാൻ പഠിക്കുക. അക്കം, സംസ്കൃത അക്കത്തിൽ തന്നെ എഴുതാൻ പഠിക്കുക. അത് ഒന്ന് എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, 1ഉം 2ഉം ചില കുട്ടികളുടേത് ഒരുപോലെ ആവാറുണ്ട്. അപ്പൊ അങ്ങനെ ആയി പോവരുത്. 1ആണോ 2ആണോ എന്ന് വ്യക്തമായി തിരിച്ചറിയാൻ പറ്റണം. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് 11 മുതൽ 20 വരെയും നമ്മൾ പഠിച്ചു. 20 വരെയും എണ്ണാൻ പഠിക്കുക. അതിനുശേഷം 20, 30, 40, 50 അങ്ങനെ പഠിച്ചാല് എല്ലാ സംഖ്യകളും നമുക്ക് 100 വരെ എണ്ണാൻ പറ്റും. പിന്നെ 10ന്റെ ഇത് മാത്രമേ പഠിക്കണ്ടൂ. ദശ, ഏകാദശ എന്ന് പറഞ്ഞാല് വിംശതി കഴിഞ്ഞ് 21 എന്ത് പറയും? ഏക വിംശതി. ത്രിംശത് എന്നാണ് 30-ന്, 31-ന് ഏക ത്രിംശത്, 35-ന് പഞ്ചത്രിംശത്. അങ്ങനെ ചേർത്ത് പറഞ്ഞാൽ നമുക്ക് 100 വരെ എണ്ണാൻ പഠിക്കാം. അപ്പൊ ഇതില് നിങ്ങൾക്ക് ഇടക്കുള്ള സംഖ്യകളൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. ദശ, വിംശതി, ത്രിംശത്, ചത്വാരിംശത്, അതിന്റെ കൂടെ പഞ്ചാശത് 50ഉം കൂടി ഒന്ന് പഠിച്ചേക്ക് കേട്ടോ. പഞ്ചാശത് 50-ന് പഞ്ചാശത്. ഓക്കെ. അപ്പൊ 20, 30, 40, 50-ന് പ്രത്യേകം ഒന്ന് പഠിക്കുക. ഓക്കെ. സംഖ്യ 2 തരത്തിൽ എഴുതാൻ പഠിക്കണം. അക്കത്തിലും അക്ഷരത്തിലും എഴുതാൻ പഠിക്കണം. അടുത്ത സ്ലൈഡ് എടുക്കാം പക്ഷെ. പിന്നെ നേരത്തെ 1ാമത്തെ പാഠത്തിൽ നമ്മൾ ഭ എന്ന അക്ഷരാണ് പഠിച്ചത്. അതുപോലെ ഇവിടെ 2ാമത്തെ പാഠത്തില് ഝ. ഇത് നമ്മൾ ചിലപ്പോ ഈ എന്നൊക്കെ വായിച്ചു പോകും അല്ലെ? നമുക്ക് തോന്നുമ്പോ ഇത് ഈ ആണല്ലോ എന്ന് തോന്നും. അപ്പൊ ഈ അല്ല, ഝായാണ്. അത് മലയാളത്തിലും സംസ്കൃതത്തിലെല്ലാം വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പദം തന്നെ അല്ലെ? ഝ. ചവർഗത്തില് ച, ഛ, ജ, ഝ 4ാമത്തെ അക്ഷരാണത് ചവർഗത്തില്. അപ്പൊ അതിലുള്ള ഒരു പദം ഝഷഹ. അത് അധികം പദങ്ങളൊന്നും ഈ അക്ഷരത്തിൽ ഇല്ല. ഝടുതി എന്നൊക്കെ പറയുന്ന ചില വാക്കുകൾ മാത്രമേ ഉള്ളൂ. ഝഷഹ മത്സ്യം. ആ അക്ഷരം ഓർക്കുക. മത്സ്യത്തിന്റെ ചിത്രം തന്ന് അപ്പുറം ഝഷഹ എന്ന് കണ്ടാൽ യോജിപ്പിക്കാൻ പറ്റണം. ഇനി ഓക്കെ. അതിനു മുന്നേ 25ാമത്തെ പേജ് ഒന്ന് നോക്കുക. ജനാഹ ഡേഷ് സേചനം കുർവന്തി. അപ്പൊ ജലം, ജലേന വെള്ളം കൊണ്ട് എന്നുള്ള
ആ ഒരു പ്രവർത്തനം ഒന്ന് നോക്കണേ. 25-ാമത്തെ പേജിലെ പ്രവർത്തനം ഒന്ന് ടെക്സ്റ്റിലൊന്ന് നോട്ട് ചെയ്യുക. ജലേന, ജലം കൊണ്ട് എന്നുള്ളത്. ഓക്കെ. ഇനി 3-ാമത്തെ പേജ്, അല്ല 3-ാമത്തെ പാഠം, ചാരുദർശനം എന്നുള്ള ഏകകത്തിലെ 1-ാമത്തേത്. തൃതീയഃ പാഠഃ വിദ്യാമൃതം. വിദ്യാമൃതത്തിലെ സുഭാഷിതങ്ങളാണ് ഉള്ളത് അല്ലെ? സുഭാഷിതം, ആ ഒരു പദം നിങ്ങൾ ആ പാഠഭാഗത്ത് കാണൂല, പക്ഷെ അതിന്റെ ആമുഖത്തില് സുഭാഷിതം എന്നൊരു പദമുണ്ട്. കാണുന്നില്ലേ? സുഭാഷിതം. നന്നായി പറയപ്പെട്ടത് എന്നാണ് അർത്ഥം. സുഭാഷിതം, സമ്യക് സുഷ്ടു ഭാഷിതം, സുഭാഷിതം. സുഷ്ടു ഭാഷിതം, സുഭാഷിതം. ഓക്കെ. സുഷ്ടു ഭാഷിതം ആണ് സുഭാഷിതം. നന്നായി പറയപ്പെട്ടത് എന്നാണ് അർത്ഥം. സുഷ്ടു ഭാഷിതം, സുഭാഷിതം. അപ്പൊ ആ സുഭാഷിതം എന്ന് വെച്ചാൽ അതിൽ നല്ല എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഉപദേശിച്ച് തരുന്നുണ്ടാവും. നല്ല എന്തെങ്കിലും നമ്മളെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉപദേശിച്ച് തരുന്ന ചെറിയ 4 വരി തന്നെ വേണമെന്നില്ല, അങ്ങനെയുള്ള വരികളെയാണ് സുഭാഷിതം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 2 സുഭാഷിതാണ് ഉള്ളത്. എന്താണ്? ജലബിന്ദു നിപാതേന ക്രമശഃ പൂര്യതേഘട തഥാഹി സർവവിദ്യാനാം ധർമ്മസ്യ ച ധനസ്യ ച. അപ്പൊ എല്ലാം കുറേശ്ശെയായി നമ്മള് ആർജിക്കണം എന്ന് പറയുന്ന ഒരു സുഭാഷിതമാണ്. നമ്മൾ ഒരു സുപ്രഭാതത്തിലെല്ലാം പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റില്ല. ഒരു പാത്രത്തിൽ വെള്ളം നിറയുന്നത് എങ്ങനെയാ? ഓരോ തുള്ളികളായിട്ടാണ് ഒരു പാത്രം നിറയുന്നത്. അതുപോലെ തന്നെ അറിവും എങ്ങനെ കുറച്ചായിട്ട് പഠിച്ചിട്ടാണ് വലിയ അറിവ് നേടുന്നത്. അപ്പൊ ആ ശ്ലോകത്തില് ജലബിന്ദു നിപാതേന എന്നുള്ളതില്, ജലബിന്ദു നിപാതേന എന്ന ആ സുഭാഷിതത്തില്, ജലബിന്ദു നിപാതേന എന്ന സുഭാഷിതത്തിലുള്ള പ്രധാന പദം പഠിക്കാനുള്ളത് ഘടഹ. ഒന്ന് അടിവരിയിട്ട് വെച്ചോ. ഘടഹ. ജലബിന്ദു നിപാതേന പൂര്യതേ ഡേഷ് എന്ന് ചോദിച്ചാൽ അവിടെ ഘടഹ എന്നാണ് ചേർക്കേണ്ടത്. അപ്പൊ ഘടഹ എന്ന വാക്ക് എഴുതാൻ പഠിക്കണം. ഘടഹ എന്നതിന്റെ തന്നെ മറ്റൊരു പേരാണ്, ഇതാണ് നമ്മളെ അതിലും ശബ്ദകോശം നോക്കിയാല് കുംഭഹ. ഘടഹ, കുംഭഹ എന്ന ഒരു പദം കൂടി അതിനുണ്ട്, സമാന പദം. ഓർമ്മിക്കണം. ഘടഹ, കുംഭഹ ശബ്ദകോശത്തിലുണ്ട്. അതൊന്ന് നോക്കുക. പിന്നെ അടുത്ത സുഭാഷിതം അന്നദാനം, വിദ്യാദാനം. ഈ 2 ദാനങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അന്നദാനം, പരംദാനം. അന്നദാനം എന്ന് വെച്ചാൽ വളരെ നല്ല ഒരു ദാനമാണ്. പക്ഷെ അതിനേക്കാളും മഹത്തരമായ ഒരു ദാനമാണ് വിദ്യാദാനം. അറിവ് നൽകുക, അറിവ് ദാനം ചെയ്യുക, അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായ, പരമം എന്ന് വെച്ചാൽ ശ്രേഷ്ഠമായ ദാനം. എന്തെന്ന് വെച്ചാല് അന്നേന ക്ഷണികാ തൃപ്തിഹി. അന്നം കൊണ്ട് ആ ഒരു സമയത്ത് മാത്രമേ ഒരു സന്തോഷം ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ വിദ്യ നൽകിയാൽ അത് എന്നത്തേക്കുമായി ജീവിതാവസാനം വരെ ആ വിദ്യാദാനം കൊണ്ട് ഗുണം ഉണ്ടാവും, തൃപ്തി ഉണ്ടാവും. അപ്പൊ അന്നദാനമാണ് വിദ്യാദാനം എന്ന് പറയുന്ന ഒരു സുഭാഷിതം. അതിന് ഇമോജി നിർത്താൻ പറയാമോ? ഇമോജി ഇടുന്നവരെ റിമൂവ് ചെയ്യുന്നുണ്ട്. കുറെ പേര് ഇപ്പം റിമൂവ് ആയിട്ടുണ്ട്. ഇടുന്നവരെ ശ്രദ്ധിക്കുക. അപ്പം ഇതില് പ്രധാനപ്പെട്ട പദങ്ങൾ എന്ന് വെച്ചാല് ജലബിന്ദു,
ജലബിന്ദുഹു എന്നുള്ള പദം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഘടഹ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അന്നം, അന്നം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഭക്ഷണം. അതെ, അത് തന്നെ, ആ ബുക്ക് തന്നെ. അപ്പൊ പുസ്തകം നോക്കിയിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. മിടുക്കി. അപ്പൊ എല്ലാവരും ഇതേപോലെ പുസ്തകം നോക്കുക, ശ്രദ്ധിക്കുക, മൈക്കോ ഓഫാക്കിക്കൊണ്ട് ശ്രദ്ധിക്കുക. ജലബിന്ദുഹു ഘടഹ അന്നം. അതേപോലെ പ്രത്യേകം പഠിക്കേണ്ട മറ്റു വാക്കുകളാണ് അന്നദാനം, വിദ്യാദാനം. അതും നേരത്തെ പറഞ്ഞതുപോലെ അക്ഷരങ്ങൾ ക്രമപ്പെടുത്തി എഴുതാൻ പാകത്തിൽ വന്നേക്കാം. അന്നദാനം, വിദ്യാദാനം. ആ ദ്യ എന്നുള്ളത് ശ്രദ്ധിക്കണം. യ ആണ് ചേർന്ന് വരുമ്പോഴാണ് ആ രൂപത്തിലുള്ള ദ്യ എന്നാവുന്നത്. അത് വായിക്കാൻ പലപ്പോഴും കുട്ടികൾ ബുദ്ധിമുട്ടുന്ന കാണാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് വിദ്യാലയ, വിദ്യാദാനം, ഉദ്യാനം എന്നെല്ലാം പറയുമ്പോൾ ഈ അക്ഷരാണ് ഉപയോഗിക്കുക. ദ്ന്നും യാന്നും ചേർന്ന ഒരു അക്ഷരാണത്. ഇനി അതില് തന്നെ നമ്മള് 33-ാമത്തെ പേജില് ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. അർത്ഥഹ എന്നുള്ളത്. അർത്ഥഹ എന്നുള്ളത് നമുക്ക് അവിടെ എവിടെയും കാണാൻ പറ്റില്ല അല്ലേ? അർത്ഥഹ, അർത്ഥഹ എന്ന് വെച്ചാല് ധനം എന്നാണ് അർത്ഥം. അർത്ഥഹ എന്ന് പറഞ്ഞാല് പദത്തിന്റെ അർത്ഥം എന്നല്ലാതെ അർത്ഥഹ എന്ന് പറഞ്ഞാൽ ധനം എന്ന അർത്ഥമുണ്ട്. വിത്തം എന്നുള്ള അർത്ഥമുണ്ട്. താഴത്തെ സ്ലൈഡ് കാണിച്ചോ പക്ഷെ? വിത്തം എന്നുള്ള അർത്ഥം കൂടി അതിനുണ്ട്. എത്രാമത്തെ പേജാ എടുക്കേണ്ടത്? പേജ് 33, 33 അർത്ഥഹ എന്ന പദത്തിന് അതിന് സമാനമായ പദം 33. ധനം. അർത്ഥഹ എന്നുള്ളത് നമ്മുടെ പാഠത്തിൽ ഇല്ലാത്തതാണ്. ധനം എന്നുള്ളതുണ്ട്. അതിന് മറ്റൊരു പദം കൂടി വിത്തം. ഈ 3 പദങ്ങൾ അർത്ഥം, അർത്ഥഹ, ധനം, വിത്തം. ഈ 3 പദങ്ങൾ ഓർത്തോക്കണം. അതുപോലെ ഓദനം. ഓദനം എന്ന് വെച്ചാൽ അതിന് സമാനമായ പദം അന്നം ആണ്. അന്നം. കലശഹ. കലശഹ എന്നുള്ള പദവും നമ്മളെ പാഠത്തില് ഇല്ലാത്തതാണ്. ഘടഹ. കലശഹ എന്നുള്ളതിന് ഘടഹ. കുംഭഹ. ഇതും കൂടി ശ്രദ്ധിക്കണേ. ഘടഹ, കുംഭഹ. ഒന്ന് എഴുതി വെച്ചോ. ഘടഹ, കുംഭഹ എന്നും കൂടി അതില് ചേർത്ത് വായിക്കേണ്ടതാണ്. മാഷെ അടുത്ത സ്ലൈഡ് കാണിച്ചേ. ഘടഹ, കുംഭഹ. കുംഭഹ എന്നുള്ള പദം ശബ്ദകോശത്തിലുണ്ട്. ടീച്ചറെ, എന്താണ്? അർത്ഥത്തിന്റെ എത്ര പദമുണ്ട്? ഏതിന്റെയാണ്? ഒന്നുകൂടി പറയാം. അർത്ഥഹ എന്നുള്ളതിന് ധനം, വിത്തം. അർത്ഥഹ, ധനം, വിത്തം. ഓദനം എന്നുള്ളതിന് അന്നം. കലശഹ എന്നുള്ളതിന് ഘടഹ, കുംഭഹ. ഈ 3 പദങ്ങളും ഓർത്തുക. അതില് ധ എന്ന അക്ഷരാണ് അർത്ഥഹ, വിത്തം, ധനം. പണം എന്നർത്ഥം. ധനം, വിതം. അത് മൈക്ക് ഓഫാക്കി വെച്ചാൽ എല്ലാവർക്കും കേൾക്കാം. അതിൽ പ്രധാനപ്പെട്ട 3-ാമത്തെ പാഠത്തില് എന്താ ടീച്ചർ ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നോണ്ടൊന്നും ക്ലിയർ ആവുന്നില്ല. അതെല്ലാരും മൈക്ക് ഓഫാക്കി ഇടക്കിടക്ക് ഇങ്ങനെ ഒരു പറയും മനസ്സിലാ. ഇവരിങ്ങനെ
പറയുന്നത് കട്ട് കട്ടാവുന്നേ. എല്ലാവരും ഒന്ന് മൈക്ക് ഓഫ് ആക്കി വെക്കുക. വേഗം നമുക്ക് പറഞ്ഞു പോവാം, സമയം വിലപ്പെട്ടതാണ്. അപ്പൊ ഈ പാഠത്തില് പ്രധാനപ്പെട്ടത് ഓദനത്തിന്റെ ഓദനം, അന്നം. അന്നം അന്നം അതാളൂ. അത് മാത്രം മതി. ഓക്കെ. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള അക്ഷരം ധ എന്നതാണ്. ത, ധ, രണ്ടാമത്തെ ധ. അത് അർത്ഥം എന്നുള്ളതിന് ധനം, വിത്തം എന്നൊക്കെ അർത്ഥം. ധനം, വിത്തം. ഈ ധാന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ധാന്ന് എഴുതുമ്പം ഒന്ന് ശ്രദ്ധിക്കുക. എന്താന്ന് വെച്ചാല് അതിന് മുകളിൽ മുഴുവനായിട്ട് വര ഇല്ല. മുഴുവനായിട്ട് വരയിടുന്നില്ല. മുഴുവനായിട്ട് വരയിട്ടാൽ ചിലപ്പോ അത് എന്തുപോലെ ഉണ്ടാവും? യാ എന്ന് എഴുതിയതുപോലെ ഉണ്ടാവും. യാ എന്ന അക്ഷരവും ധ എന്ന അക്ഷരവും ഏകദേശം സാദൃശ്യമുള്ളതാണ്. അപ്പൊ യാ എന്നതിന്റെ ആ അറ്റം ഒന്ന് ഉള്ളോട്ടേക്ക് ചുറച്ചാലാണ് ധ എന്നാവുന്നത്. പക്ഷെ ആ ധായുടെ ആദ്യത്തെ ഭാഗത്ത് മുകളിൽ വരയില്ല. കുത്തനെയുള്ള വരക്ക് മാത്രമേ വരയുള്ളൂ. അപ്പൊ ധ എന്ന് എഴുതുമ്പം ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ ഡേഷ് പരം ദാനം ഭവതി, അന്നദാനം. മൈക്ക് ഓഫ് ആക്കാം. അന്നദാനം ഈ സ്ക്രീനിൽ നോക്കുക. അന്നദാനം പരം ഡേഷ് ഭവതി. ബ്രാക്കറ്റിൽ ഘടഹ എന്നുണ്ട്, ദാനം എന്നുണ്ട്. അന്നദാനം പരം ദാനം. ദാനമാണ്, ശരിയാണ്. അടുത്ത ചോദ്യം, അടുത്ത നോക്കേ. ഘടഹ ജലബിന്ദു നിപാതേന ക്രമേണ പൂര്യത്തെ. രണ്ടാമത്തേലെത്തിയ നമ്മള് ഘടഹ ജലബിന്ദു നിപാതേന ക്രമേണ പൂര്യത്തെ. അപ്പൊ അവിടെ ഡേഷ് ജലബിന്ദു നിപാതേന ക്രമേണ പൂര്യത്തെ. അപ്പൊ ഘടഹ ഡേഷ് ദാനം ടീച്ചർ എല്ലാരോടും മൈക്രോഫോൺ പറയോ? അതെത്രാമത്തെ പേജാണ്? നിങ്ങൾ ടെക്സ്റ്റ് ഒന്നും തുറന്നു നോക്കലില്ല അല്ലേ? അമ്മയ്ക്കോ അത് എത്രാമത്തെ പേജാണ്? എല്ലാരും മൈക്ക് ഓഫ് ചെയ്യാം. മൈക്ക് എല്ലാവരും ഓഫ് ചെയ്യാം. ടീച്ചറെ പേജ് നമ്പർ. മക്കളെ നിങ്ങള് ടെക്സ്റ്റ് തുറന്നു നോക്കലില്ലേ? 34 പേജ് 34 പേജ് 34 ഉള്ളത്. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞാൽ ആർക്കും കേൾക്കാതാവും. അതുകൊണ്ട് ആരും ഓണാക്കണ്ട. ചോദ്യം ചോദിച്ചാലും ഓണാക്കണ്ട. സ്ക്രീന് മേലോട്ടാക്കിയാൽ കാണും. മേലോട്ടൊന്ന് കാണും. വിദ്യാദാനം മഹത്തരം ഭവതി. അതൊക്കെ ഡേഷ് ഇട്ടിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഡേഷ് മഹത്തരം ഭവതി. ഇപ്പൊ വിദ്യാദാനം അല്ലെങ്കിൽ ഡേഷ് ദാനം മഹത്തരം ഭവതി, വിദ്യാദാനം. അപ്പൊ അങ്ങനെ ചോദ്യം വരാം. അപ്പൊ അത് ആ പാഠവും കഴിഞ്ഞു. ഇനി അടുത്ത പാഠം, 4ാമത്തെ പാഠം വിവേകമതിഹി എന്നുള്ളത്. വിവേകമതിഹി എന്നുള്ള ആ ഒരു പാഠം ആരുടെ കഥയാണെന്ന് അറിയാലോ? ഒരു രാജാവ് സ്വപ്നം കാണുന്ന അല്ലെ? ആകാശത്തിൽ കൊട്ടാരം ഉണ്ടാക്കുന്നത് സ്വപ്നം കാണുന്നു.
ഞാൻ അവസാനം പറയാൻ മറന്നു പോവോ എന്നുള്ളത് കൊണ്ട് നേരത്തെ ഒരു കാര്യം പറയാം. ചില സംസ്കൃതത്തിൽ പ്രസിദ്ധമായ ഒരു കെട്ടണം ടീച്ചറെ. അത് ടീച്ചർ എത്രാമത്തെ പേജാ? നമ്മളെ 4ാമത്തെ പാഠത്തിലേക്ക് എത്തി. 4ാമത്തെ പാഠത്തിലേക്ക് മതി എന്നുള്ളത് ടീച്ചർ ഒന്നും കേൾക്കുന്നുമില്ല. നമ്മള് കേൾക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടി തന്നെ മൈക്ക് ഓൺ ആക്കിയാല് തീരെ കേൾക്കൂല. അപ്പൊ ഒന്നുകൂടി നോക്കാം. എല്ലാവരും ഓഫാക്കിയിട്ട് നോക്കാം. മൈക്ക് ഓഫാക്കിയിട്ട് കേട്ട് നോക്കുക. അപ്പൊ മനസ്സിലാവും. കേൾക്കുന്നുണ്ട്. അപ്പൊ ഒരു തെന്നാലി രാമന്റെ രക്ഷിതാക്കൾ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യണം. മൈക്ക് എല്ലാവരും ഓഫ് ചെയ്യണം. ആരും ഓണാക്കരുത്. ഈ മൈക്ക് ഓണാക്കി കഴിഞ്ഞാല് ഇതിന്ന് റിമൂവ് ചെയ്യും. ശ്രദ്ധിക്കും എല്ലാവരും. മൈക്ക് ഓണാക്കി റിമൂവ് ചെയ്യും. കുറെ പേര് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഇതാണ്. ഇരിക്കണോ കേൾക്കണോ എന്നുള്ളത്. അപ്പൊ തെന്നാലി രാമന്റെ ഒരു കഥയാണ്. നിങ്ങൾക്ക് ജനറൽ ആയിട്ട് വരുന്ന ചോദ്യമെല്ലാം ഇതിലൂടെ ശ്രദ്ധിച്ചാലേ മാത്രമേ കിട്ടുള്ളൂ കുട്ടികളെ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒരു കഥയാണ്. കുട്ടികൾക്കെല്ലാം ഇഷ്ടമുള്ളതാണ് കഥകള്. സംസ്കൃതത്തില് ഒരുപാട് കഥകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പഞ്ചതന്ത്രം കഥകൾ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പഞ്ചതന്ത്രം കഥ കേട്ടോ. പഞ്ചതന്ത്രം കഥ എഴുതിയത് വിഷ്ണു ശർമ്മ എന്ന ഒരാളാണ്. വിഷ്ണു ശർമ്മ. അതൊന്ന് ജനറൽ ആയിട്ട് ചിലപ്പോ ചോദിച്ചെങ്കിലോ ഒന്ന് അവിടെ എഴുതി വെക്കുക. പഞ്ചതന്ത്രം വിഷ്ണു ശർമ്മ. പഞ്ചതന്ത്രം വിഷ്ണു ശർമ്മ. കുട്ടികളോട് പിന്നെ മൈക്ക് ഓഫ് ആക്കാൻ പറയുവാ. പഞ്ചതന്ത്രം കഥ എഴുതിയത് വിഷ്ണു ശർമ്മ ആണ്. അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക. ടെക്സ്റ്റിൽ ഇല്ലതല്ല. ജനറൽ ആയിട്ട് ചോദിച്ചെങ്കിലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. തെന്നാലി രാമന്റെ കഥയാ? അല്ല തെന്നാലി രാമൻ കഥകളല്ല. സംസ്കൃതത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥാഗ്രന്ഥമാണ് പഞ്ചതന്ത്രം കഥ. അത് എഴുതിയിട്ടുള്ളത് വിഷ്ണു ശർമ്മയാണ്. ഇനി ഈ പാഠത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട പഠിക്കാനുള്ള വാക്കുകൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. രാജ, വൃദ്ധഃ, പ്രാസാദഃ, സചിവഃ, രത്നാനി. ഈ പദങ്ങളെല്ലാം ഒന്ന് എഴുതി പഠിക്കുക. നമ്മളെ ടെക്സ്റ്റിൽ തന്നെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. രാജ, വൃദ്ധഃ, പ്രാസാദഃ, സചിവഃ, രത്നാനി. ഇതെല്ലാം എഴുതി പഠിക്കേണ്ട പദങ്ങളാണിത്. അതിലെ സചിവഃ എന്ന് വെച്ചാൽ മന്ത്രി എന്നാണ് അർത്ഥം. സചിവഃ മന്ത്രി. മന്ത്രി എന്നും പറയും. സംസ്കൃതത്തിൽ മന്ത്രി എന്നും പറയും. സചിവഃ എന്നതിന് മറ്റൊരു പേര്. അപ്പൊ അതിൽ ഈ പദങ്ങളാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. പിന്നെ പഠിക്കാനുള്ളത് അക്ഷരം ക്രമപ്പെടുത്തി എഴുതാൻ വരുന്ന തരത്തിലുള്ള പദങ്ങൾ എന്ന് പറയുന്നത് പാരിതോഷികം. തെന്നാലി രാമഹ എന്ന് തന്നെ ചിലപ്പോ വന്നേക്കാം. തെന്നാലി രാമഹ അതെല്ലാം എഴുതി ഒന്ന് പഠിച്ചാല് ഗുണാവും. രാജഗൃഹം. ആ പദങ്ങളൊക്കെ ഒന്ന് അടിവരയിട്ട് വെക്കുക. പേജ് 39 തെന്നാലി രാമഹ എന്ന പദം, അതുപോലെ രാജഗൃഹം എന്ന പദം, അപഹരതി എന്ന പദം, ഇതൊക്കെ ഒന്ന് അടിവരയിട്ട് വെക്കുക. എഴുതി പഠിക്കുക. എഴുതി പഠിക്കുന്നതിനേക്കാളും നിങ്ങള് പേജ് 39 ഇപ്പൊ പറഞ്ഞത്. അപ്പൊ എഴുതി പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ദിവസേന ഇങ്ങനെ വായിച്ചാൽ തന്നെ ആ അക്ഷരങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെടും. അപ്പൊ
അപ്പൊ ആ അക്ഷരങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാവും. തെന്നാലി രാമഹിം എന്ന് പറഞ്ഞേ വരിയുടെ തെന്നാലി രാമഹ രാജഗൃഹം. രാജഗൃഹം 39ാമത്തെ പേജിൽ തന്നെ മുകളിലുണ്ട്. പിന്നെ അപഹരതി എന്നുള്ള ഒരു ക്രിയാപദമുണ്ട്. ഇതൊക്കെ വരും എന്നല്ല, വരാം കേട്ടോ. അതൊന്നും വന്നില്ലല്ലോ എന്ന് ചോദിക്കരുത്. അതൊക്കെ വരാൻ സാധ്യതയുള്ള പദങ്ങളാണ്. പിന്നെ പഠിക്കാനുള്ള ഹ എന്ന അക്ഷരം. ഹ എന്ന് എഴുതാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതാണ്. അത് എങ്ങനെയെങ്കിലും അവിടെ ആക്കി കൂട്ടി വെച്ചാൽ പോരാ. ഹ എന്ന് എഴുതാൻ വന്നാല് വൃത്തിയായിട്ട് എഴുതുക. ഒന്ന് ഒരു എസ് പോലെ എഴുതുക, ഒരു വരയിട്ടിട്ട്, പിന്നെ അതിന്റെ ഉള്ളിൽ ഒരു സി പോലെ ആക്കിയാൽ ഒന്നുകൂടി പറഞ്ഞു. ഹ എന്ന അക്ഷരം എഴുതാൻ പഠിക്കണം. ഓക്കെ. ഹ. അപ്പൊ ആ ഹ വരുന്ന അക്ഷരങ്ങൾ ഇതേപോലെ ഇപ്പൊ അതിന്റെ വലതു ഭാഗത്ത് കുറച്ച് ചോദ്യങ്ങൾ കണ്ടോ? ഒന്ന് സൂം ചെയ്താൽ കാണാം. ഡേഷ് രി നഹ, ഡേഷ് രി നഹ. ഹരിണഹ എന്ന പദത്തിന് അവിടെ ഹ എന്ന അക്ഷരം വിട്ടുകൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ടെക്സ്റ്റിലുള്ള പഠിക്കാനുള്ള അക്ഷരങ്ങൾ നമ്മൾ ഒന്നാമത്തെ പാഠത്തില് ഹ എന്ന് പഠിച്ചോ, ഹ എന്ന് പഠിച്ചോ. 41ാമത്തെ പേജിലാണോ? അല്ല, ഈ ഞാൻ ഇവിടെ കൊടുത്തത് ടെക്സ്റ്റിലുള്ളതല്ല. ഇപ്പൊ പറയുന്ന പേജ് നമ്പർ എത്രയാ? പേജിലേത്തേതല്ല പറയുന്നത്. അപ്പൊ പല പേജുകളിലും ഉള്ളത് ഈ നമ്മുടെ ടെക്സ്റ്റില് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ഹ എന്ന് വരുന്ന അക്ഷരാണ് പദങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡേഷ് രിണഹ, അപ്പൊ ബ്രാക്കറ്റില് രണ്ടക്ഷരം കൊടുത്താൽ അവിടെ ഏതാ ചേർക്കണ്ടേ? ഹരിണഹ എന്നാണ്. പിന്നെ നിറം പഠിക്കാനല്ലേ നിങ്ങൾ? നിറങ്ങള് 1ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഹരിതഹ. പിന്നെ 1ാമത്തെ പാഠത്തിൽ പഠിച്ച വി ഡേഷ് ഗഹ, വിഹഗഹ. ഒന്നാമത്തെ പാഠത്തിൽ ഓക്കെ. അപ്പോ 1ാമത്തെ പാഠത്തിൽ പഠിച്ച പദം ചിലപ്പോ ഹ എന്ന അക്ഷരം എഴുതേണ്ട സ്ഥലത്ത് ചോദിച്ചേക്കാം. ഹ എന്ന അക്ഷരം എഴുതാൻ ഈ പാഠത്തിലാണ് ഉള്ളതെങ്കിലും 1ാമത്തെ പാഠത്തിൽ പഠിച്ച ഒരു പദം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഹ. അടുത്തത് ഹംസഹ അല്ലെ? ഹംസഹ, അരയന്നം. അരയന്നം എന്നുള്ളതിന് ഹംസഹ എന്നാണ് പറയാ. അപ്പൊ ഈ ഹംസഹ, അരയൻ താറാവിനൊക്കെ അരയന്നം. വിഹഗഹ. ടീച്ചർ എത്രാമത്തെ പേജാ? ഒരു നിമിഷം ഈ പേര് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ മതി കേട്ടോ. ടീച്ചറെ മ്യൂട്ടായിപ്പോയല്ലേ? വിഹഗഹ എന്ന് വെച്ചാൽ പക്ഷി എന്നാണ് അർത്ഥം. പക്ഷി. ഹരിണഹ മാൻ, മാൻ. ഹരിതഹ എന്ന് വെച്ചാൽ പച്ച. ഹംസഹ എന്ന് വെച്ചാല് അരയന്നം. സജീവഹയല്ല, സജീവഹ മന്ത്രി. ഇവിടെ ചുവപ്പ് നിറത്തിൽ കൊടുത്ത പദം ആ പാഠത്തിൽ തെനാലിരാമന്റെ പാഠത്തിൽ പഠിക്കാനുള്ള പ്രത്യേക പദങ്ങള്. പിന്നെ അതിന്റെ അപ്പുറം കൊടുത്തത് ഹ എന്ന അക്ഷരം വെച്ചിട്ട് വരുന്ന പദങ്ങളാണ്. നിങ്ങൾ പഠിച്ച അക്ഷരം മക്കളെ നിങ്ങളൊന്ന് കേൾക്കാം. 1ാമത്തെ പാഠത്തിൽ ഭ എന്ന അക്ഷരം, 2ാമത്തേല് ധ, അങ്ങനെ കുറെ ഝ. ഈ അക്ഷരങ്ങളൊക്കെ നിങ്ങൾ ടെക്സ്റ്റിൽ ഓരോന്നിലും നിങ്ങൾ വലുതായിട്ട് കളർ കൊടുത്ത് വെച്ചിട്ടില്ലേ? ആ അക്ഷരങ്ങളൊക്കെ ഇതേപോലെ പദങ്ങളില് ഓരോ അക്ഷരം വിട്ടിട്ട് ചിലപ്പോ വന്നേക്കാം. ഡേഷ് ലം എന്നപ്പോ ഫലം എന്ന് എഴുതാൻ പറ്റണം. ഭ എന്ന അക്ഷരം മനസ്സിലുണ്ടാവണം. അതുപോലെ ഹരിതഹ അല്ലെ വിഹഗഹ എന്ന് പറയുമ്പോൾ ഹ എന്ന അക്ഷരമാണ് അവിടെ വേണ്ടത് എന്നുള്ളത് ഓർമ്മിക്കണം. ഓരോ പാഠത്തിലെയും അക്ഷരങ്ങള് പഠിക്കേണ്ടതാണ്. അത് വരുന്ന വാക്കുകളും നമ്മൾ വേറെ പാഠഭാഗത്ത് കാണുമ്പോൾ പഠിക്കേണ്ടതാണ്, ഓർത്തു വെക്കേണ്ടതാണ്. ഇനി 5ാമത്തെ പാഠം
അടുത്ത സ്ലൈഡ് എന്തായിരുന്നു പക്ഷേ? ടീച്ചർ എത്രാമത്തെ പേജ് നമ്പറാ? അടുത്തത് നമ്മൾ അടുത്ത പാഠത്തിലേക്ക് 47, 48, 48ാമത്തെ പാഠത്തിലേക്ക് 50 50ാമത്തെ പേജ്. ശുഭപ്രയാണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠമുണ്ട്, 5ാമത്തെ പാഠം. അപ്പൊ ഈ ശുഭപ്രയാണം എന്നുള്ള വാക്ക് ഒന്ന് നോക്കാം, അതൊന്ന് നോട്ട് ചെയ്ത് നോക്കാം. ശുഭപ്രയാണം ഈ സ്ക്രീനിൽ കാണുന്നതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കാം. അവിടെ അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാം ഇപ്പോണാക്കാതെ. വിശാലകായ. അപ്പൊ അത് ആ പാഠം എന്ന് വെച്ചാല് അത് കുറെ ഒരു കുട്ടി ഏത് അല്ല. അപ്പൊ അത് പറയാം, ഉത്തരം പറയാം. ആ പാഠത്തിൽ ശുഭപ്രയാണം എന്നുള്ള പാഠത്തിൽ എന്താണ് പാഠം എന്ന് വെച്ചാല് ബാലകഹ സകുടുംബം സ്വപ്നേ ഡയതേ. ഒരു കുട്ടി കുടുംബത്തോടൊപ്പം സ്വപ്നത്തിൽ ഇങ്ങനെ പറക്കുന്നത്, മുകളിലേക്ക് പറന്ന മുകളിലേക്കല്ലേ പോവാ. അപ്പൊ മുകളിൽ നിന്ന് താഴെ കാണുന്ന കാഴ്ചകളാണ് ആ കവിതയിലുള്ളത്. അപ്പൊ ആകാശത്ത് നിന്ന് നോക്കുമ്പോ എന്തൊക്കെയോ കാണുന്നുണ്ട്. എന്തൊക്കെയോ കാണുന്നത്? കുറെ കുട്ടികൾ കളിക്കുന്നത് കാണുന്നുണ്ട്. ബാലാഹ സർവേ ക്രീഡന്തി. 50ാമത്തെ പേജ് ഒന്ന് നോക്കാം. ബാലാ സർവേ ക്രീഡന്തി. കുറെ കുട്ടികൾ കളിക്കുന്നത് കാണുന്നുണ്ട് മുകളിൽ നിന്ന് നോക്കുമ്പോ. പിന്നെ വലിയൊരു ശരീരം അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ നീളമുള്ള മുടി അല്ലേ, അത് അങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നതാണ് എന്താ? കുട്ടികൾ കളിക്കുന്നത് പോലെ തോന്നുന്നത് വൃക്ഷങ്ങളാണ്, മരങ്ങളാണ്. മരങ്ങൾ ഇങ്ങനെ കാറ്റിൽ ഇങ്ങനെ ആടുന്നതാണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കുട്ടികൾ കളിക്കുന്നത് പോലെ തോന്നുന്നത്. പിന്നെ വലിയ ശരീരമായിട്ട് അവിടെ ഇരിക്കുന്നത് ആരാ? ഏതോ തടിയനല്ല, ഒരു ശൈലഹ, കുന്നാണ്. പിന്നെ ശീതള നദ്യഹ വേണ്യഹ. മുടിയായിട്ട് തോന്നുന്നത്, മുടി ഇങ്ങനെ നീളമുള്ള മുടിയായിട്ട് തോന്നുന്നത് എന്താ? മുകളിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നത് നദികളാണ്. നദികളാണ്. അപ്പൊ അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വിശാലകായ തിഷ്ടന്തി എന്നുള്ളതാണ് കവിതയിലുള്ളത്. അപ്പൊ വിശാലകായ എന്ന് കഴിഞ്ഞാൽ തിഷ്ടന്തി എന്നാണല്ലോ വേണ്ടത് എന്ന് ചിന്തിക്കരുത്. അപ്പുറം അടുത്ത ഭാഗത്തുള്ള മൈക്കോഫാക്കോ കുട്ടികളെ മൈക്കോഫാക്ക്. വിശാലകായാഹ എന്ന് പറയുന്നത്, വിശാലകായം വലിയൊരു ശരീരമായിട്ട് അവിടെ തോന്നുന്നത് എന്താണ്? വലത് ഭാഗത്തുള്ളതില് ശൈലാഹ. ശൈലാഹ എന്നാണ് വിശാലകായാഹ എന്നുള്ളതിന് യോജിക്കുന്നത്. ഇത് യോജിപ്പിക്കേണ്ടതാണ്. ബാലക സദൃശാഹ. ബാലക സദൃശാ വൃക്ഷാസ്തേ എന്നാണ് ആ വരിയിലുള്ളത്. അച്ഛൻ കുട്ടിയോട് പറയുന്നത് ബാലക സദൃശാഹ വൃക്ഷാഹ ശീതള നദ്യഃ വേണ്യഃ. ശീതള നദ്യഃ വേണ്യഃ. മനസ്സിലായി. ഒന്നും കൂടി പറഞ്ഞുതരുവാ? ഇവിടെ യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ കവിത മനസ്സിലാക്കിയാൽ മാത്രമേ അതിന്റെ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ഒരു കുട്ടി പറയട്ടെ. ഒരു കുട്ടി മുകളിൽ നിന്ന് താഴേക്ക് കാണുന്ന കാഴ്ചയാണ് പറയുന്നത്. സ്വപ്നത്തിൽ ഇങ്ങനെ മുകളിൽ പറന്ന് നടക്കുകയാണ്. അപ്പൊ താഴെ കാണുന്ന കാഴ്ച അച്ഛനോട് പറയുന്നേ. കുറെ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ടല്ലോ. താഴെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കുട്ടികൾ കളിക്കുന്നതായിട്ട്. പിന്നെ ഒരു വലിയ ശരീരം അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നീളമുള്ള മുടി ഇങ്ങനെ മുടി നീണ്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇതൊന്നും അല്ല. മുടി ഇംഗ്ലീഷിൽ എന്താ പറയുക? സോറി, സംസ്കൃതത്തില് വേണി എന്നാണ് പറയാ മുടിക്ക്.
വേണി എന്നാണ് പറയാ. വേണ്യോ ധാവന്തി അതിദീർഘ. ദീർഘാവേണി, ദീർഘാവേണി എന്നാണ്. മിസ്സേ ഇമോജി നിർത്താൻ പറയും. ഇപ്പൊ ശ്രദ്ധിക്കേ, വിശാലകായാഹ എന്നുള്ളതിന് ചേരുന്ന പദം സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ആ ഇമോജി ഇടുന്നവർക്കൊന്ന് പുറത്തേക്ക് പോവാട്ടോ. വിശാലകായാഹ എന്നതിന് യോജിക്കുന്ന പദം വിശാലകായാഹ, വലിയ ശരീരമായിട്ടുള്ളത് ശൈലമാണ്. ശൈലം എന്ന് വെച്ചാല് പർവ്വതങ്ങള്, കുന്നുകള്. ബാലക സദൃശാഹ, കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നതായിട്ട് തോന്നുന്നത്, മുകളിൽ നോക്കുമ്പോൾ തോന്നുന്നത് വൃക്ഷങ്ങൾ ഇങ്ങനെ കാറ്റിൽ ആടുന്നതാണ്. അപ്പൊ ബാലക സദൃശാഹ എന്നതിന് ചേരുന്നത് വൃക്ഷാഹ എന്നാണ്. ശീതള നദ്യഃ വേണ്യഃ. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. നീളമുള്ള മുടിയായിട്ട് തോന്നുന്നത് നദികളാണ്. വിശാലകായാഹ ശൈലാഹ. ടീച്ചറെ ഓരോ വെരിറ്റായിട്ട് അർത്ഥം പറഞ്ഞുതരൂ. വിശാലകായാഹ ശൈലാഹ, നിർത്താൻ പറ. വിശാലകായാഹ ശൈലാഹ, ബാലക സദൃശാഹ വൃക്ഷാഹ. പിന്നെ അവിടെ മുടിയായിട്ട് പറഞ്ഞു. ഏത്? ശൈല. കുന്നുകള് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ടീച്ചർ ഇമോജി നിർത്താൻ പറ. ഇമോജി നിർത്താൻ പറഞ്ഞാല് ക്ലാസ് അങ്ങ് പോകില്ല മക്കളെ. നമുക്ക് ശ്രദ്ധിക്കുന്നവരെ ശ്രദ്ധിക്കുക കേട്ടാ. അത് ശ്രദ്ധിക്കേണ്ട, ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കേ. ശീതള നദ്യഃ വേണ്യഃ. ഈ പദ്യത്തിന്റെ മലയാള അർത്ഥം ഇതില് ഒരു കുട്ടി, എല്ലാരും കേൾക്കുമെങ്കിലും പറയാം. ഒരു കുട്ടി സ്വപ്നത്തിൽ ഇങ്ങനെ, അർത്ഥം പറഞ്ഞു തരുവാ. ഒരു കുട്ടി സ്വപ്നത്തിൽ ഇങ്ങനെ മുകളിലേക്ക് കൂടി പറന്ന് നടക്കുകയാണ്. സ്വപ്നത്തിലാണ്, അല്ലാണ്ട് നമുക്ക് ചിറകില്ലല്ലോ പറക്കാൻ. അപ്പൊ സ്വപ്നം കാണുവാണ് ഇങ്ങനെ മുകളിലേക്ക് കൂടി പറക്കുന്നത്. ആ കുട്ടി താഴെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകള് അച്ഛനോട് പറയുന്നു. എന്തൊക്കെയാ കാണുന്നത്? ബാലാ സർവേ ക്രീഡന്തി, കുട്ടികള് താഴെ കളിക്കുന്നുണ്ടല്ലോ. വിശാലകായ തിഷ്ടന്തി, വിശാലകായ തിഷ്ടന്തി, വിശാലകായം വലിയ ശരീരമുള്ള ഒരാൾ നിൽക്കുന്നു. വേണ്യഃ ധാവന്തി അതിദീർഘാഹ, അതിദീർഘാഹ വേണ്യഃ ധാവന്തി, നീളമുള്ള മുടി അങ്ങനെ ഓടുന്നുണ്ട്. മുടിയാന്ന് പറയുന്നത് മേലെ നിന്ന് നോക്കുമ്പോ കാണുന്ന കാഴ്ച. അപ്പോ അച്ഛൻ പറയാണ്, പുത്ര ശൃണോതു വസുധേയം, മോനെ കേൾക്കൂ, ഇത് ഭൂമിയാണ്. മേലെ നിന്ന് നോക്കുമ്പോ നീ കാണുന്നത് ഭൂമിയാണ്. ബാലക സദൃശാഹ, കുട്ടികൾ കളിക്കുന്നെന്ന് പറഞ്ഞില്ലേ, ആ കുട്ടികളെ പോലെ തോന്നുന്നത് വൃക്ഷങ്ങളാണ്, മരങ്ങളാണ്. മരങ്ങൾ ഇങ്ങനെ കാറ്റിൽ ഇങ്ങനെ ആടുന്നതാണ് കുട്ടികൾ കളിക്കുന്നത് പോലെ തോന്നുന്നത്. വിശാലകായാഹ ശൈലാഹ, കുന്നുകളാണ്. നമ്മുടെ പ്രകൃതിയിലുള്ള ഓരോ കാഴ്ച മുകളിൽ നിന്ന് നോക്കുമ്പോ ഒന്ന് സങ്കല്പിച്ചു നോക്കാം. വിശാലകായാഹ ശൈലാഹ, കുന്നുകളാണ്. പിന്നെ നീളമുള്ള മുടി ഓടുന്നു എന്ന് പറഞ്ഞില്ലേ, അത് നദികളാണ്. നദിയാണ് ഇങ്ങനെ ഒഴുകി അങ്ങ് ദൂരേക്ക് പോവാണ്. അപ്പൊ അതാണ് നീളമുള്ള മുടിയാണോ ഇങ്ങനെ പോകുന്നത് നിങ്ങൾ തോന്നുന്നത്. ശീതള നദ്യഃ വേണ്യഃ. അപ്പോ ഈ ഭൂമിന്റെ മനോഹാരിതയെ കുറിച്ചുള്ള ഒരു വർണ്ണന, മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് ഒരു സ്വപ്നമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ പഠിക്കാനുള്ള പ്രധാന പദങ്ങള് ബാലാഹ, യാനാനി, നദ്യഃ, സൂനാനി, ശൈലാഹ. അപ്പൊ ഇവിടെ എല്ലാം ഈ പാഠത്തില് കൂടുതലും ബഹുവചനങ്ങളാണ്. ബഹുവചനം എന്ന് വെച്ചാൽ അറിയാലോ, കുറെ എണ്ണത്തിനെ പറയുന്നതാണ് ബഹുവചനം എന്ന് പറഞ്ഞാൽ. ഒരു കുട്ടീനെയാണ് പറയുന്നതെങ്കിൽ ബാലഹ എന്നാണ് പറയാ. കുറെ കുട്ടികളാണെങ്കിൽ ബാലാഹ. കുറെ കുട്ടികളാകുമ്പോ ബാലാഹ, ബാലഹ, ബാലാഹ. അപ്പൊ തന്നെ സംസ്കൃതത്തിലുള്ള ഒരു പ്രത്യേകതയാണ്. പക്ഷെ അടുത്ത സ്ലൈഡ് ഒന്ന് എടുക്കാം.
ബാലോഹോ. ബാലോഹോ അല്ല, ബാലാഹ. എനിക്കൊരു സംശയം ചോദിക്കാൻ പറ്റോ? ഞാൻ ചോദിച്ചോ, എപ്പ പരീക്ഷ എന്നാ? അതല്ല, ഇതിപ്പോ ഏത് വേർഡ് വരുമ്പോ അതിന്റെ പരം ഇപ്പൊ ബാലാഹ എന്ന് പറഞ്ഞ പോലെ ഏത് വേർഡ് വരുമ്പോ അങ്ങനെ പറ്റൂ? എല്ലാ വേർഡ് വരുമ്പോ പറ്റില്ല. ബാലഹ, ഈ അഹ എന്ന വിസർഗത്തിൽ അവസാനിക്കുന്ന പദങ്ങളില്ലേ? ടീച്ചറെ വാഹനം എന്നുള്ളതിന് സംസ്കൃതത്തിൽ എന്താ പറയുക? പറയാം. ഇപ്പം ബാലഹ എന്ന ടീച്ചറെ പുല്ലിംഗ ശബ്ദം. പുറത്തുനിന്നുള്ള ചോദ്യം വരുക. പുറത്തുനിന്നുള്ള ചോദ്യം വരും എന്നുള്ളത്. പുറത്തുനിന്നുള്ള ചോദ്യം വരുക. ടീച്ചറെ വാഹനത്തിന്റെ സംസ്കൃതം എന്താണ്? ടീച്ചറെ യാനമല്ലേ? ടീച്ചർ മ്യൂട്ടാണ് കേട്ടോ. ബാലഹ എന്നതിന്റെ ഒക്കെ വരുന്നുണ്ടല്ലോ പക്ഷെ എനിക്ക് ബാലഹ എന്നതിന്റെ ബഹുവചനാവുമ്പം ബാലാഹ എന്ന് വരും. അതുപോലെ വൃക്ഷഹ, ഗജഹ, സൂര്യഹ, ചന്ദ്രഹ എന്നൊക്കെ വരുമ്പം ആ അവസാനം വിസർഗം വരുന്നതിനാണ് സാധാരണയായിട്ട് ബാലാഹ, വൃക്ഷാഹ, ഗജാഹ, അജാഹ, ശുനകാഹ എന്നൊക്കെ ബഹുവചനത്തിൽ പറയുന്നത്. കുറേ എണ്ണത്തിനെ പറയുമ്പോൾ അങ്ങനെ വരുന്നത്. ഇനി ബാലിക, പെൺകുട്ടി, ദീർഘത്തിൽ അവസാനിക്കുന്നതില്ലേ? ബാലിക, മാല, ലത, സീത എന്നൊക്കെയുള്ളതിന് അതിനും ഇതേപോലെ തന്നെയാണ് വരുന്നത്. ലതാഹ, ബാലികാഹ, മാലാഹ. ബഹുവചനം അങ്ങനെയാണ് വരിക. കുറെ എണ്ണത്തിനെ പറയുമ്പോ ഒരു മാലക്ക് മാല, ഒരു മാലക്ക് മാല. അത് പറയാം. മാല എന്നുള്ളതിന് ഒരു മാല, മാലാഹ കുറെ മാലകൾ, ബാലഹ ഒരാൺകുട്ടി, ബാലാഹ കുറെ ആൺകുട്ടികൾ. എന്നാൽ അമ്മിൽ അവസാനിക്കുന്നത് നമ്മളിപ്പോ ആദ്യം ഫലം എന്ന ഒരു വാക്ക് പഠിച്ചിട്ടുണ്ട്. ഫലം, ഒരു പഴത്തിനാണ് ഫലം എന്ന് പറയുന്നത്. അതിന്റെ കുറെ പഴങ്ങൾ എന്ന് പറയണമെങ്കിൽ ഫലാനി. അമ്മിൽ അവസാനിക്കുന്നതിന് നീ എന്ന് വരും കേട്ടോ. ഫലം വയം വരില്ല. ഫലം ഫലാനി. പിന്നെ നേരത്തെ ചോദിച്ചത് വാഹനത്തിന് എന്താ പറയാന്ന് ചോദിച്ചു. വാഹനം എന്നും സംസ്കൃത പദാണ്. അതിന് യാനം എന്നും പറയും. അപ്പൊ യാനം ഒരു വണ്ടി, യാനാനി കുറേ വണ്ടികൾ. യാനം യാനാനി, ഫലം ഫലാനി, വനം വനാനി, ആമ്രം ആമ്രാണി. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നേരത്തെ ചോദിച്ച കുട്ടിക്ക് സംശയം തീർന്നിട്ടുണ്ടോന്ന് വിചാരിക്കുന്നു. എല്ലാത്തിനും ഒരുപോലെ അല്ല വരുക. ബാലഹ എന്നുള്ളതിന് ബാലാഹ, ബാലിക എന്നുള്ളതിന് ബാലികാഹ, ഫലം എന്നുള്ളതിന് ഫലാനി എന്നാണ് ബഹുവചനം വരും. അപ്പൊ ഈ ചിത്ര സ്ക്രീൻ ഒന്ന് നോക്കുക. അപ്പൊ നമ്മൾ പറയും ബാലഹ പഠതി, ആൺകുട്ടി പഠിക്കുന്നു എന്ന് പറയും. അപ്പൊ കുറേ ആൺകുട്ടികളാണ് പഠിക്കുന്നതെങ്കിൽ ബാലാഹ പഠന്തി എന്നാണ് വരിക. ഇന്തിന്ന് വരും. തീ മാറിയിട്ട് ഇന്തി. അതുപോലെ ഇപ്പൊ ഒരു പൂവ് വിടരുന്നു, സൂനം വികസതി. കുറെ പൂക്കൾ വിടരുന്നതിന് സൂനാനി വികസന്തി. ഓക്കെ. വൃക്ഷഃ തിഷ്ഠതി, വൃക്ഷാഃ തിഷ്ഠന്തി. ബാലഃ ക്രീഡതി. തിഷ്ഠന്തി എന്ന് വെച്ചാൽ നിൽക്കുന്നു എന്നാണ് അർത്ഥം. തിഷ്ഠന്തി നിൽക്കുന്നു. ഗച്ഛതി ഗച്ഛന്തി, യാനം ഗച്ഛതി, യാനാനി
ഗച്ഛന്തി. അപ്പൊ അതിന്റെ ബഹുവചനാണ് പഠിക്കേണ്ടത്. ഓർമ്മിക്കണേ, ബഹുവചനാണ് പഠിക്കേണ്ടത്. ബാലാഹ യാനാനി നദ്യഹ. നദി എന്നുള്ളതിന്റെ ബഹുവചനം അത് ഈയിൽ അവസാനിക്കുന്നത് കൊണ്ടാണ് നദ്യഹ. നദി, നദ്യഹ. സൂനാനി, ശൈലാഹ, ഇതെല്ലാം ബഹുവചനാണ്. അത് പഠിക്കണം. ഇനി അടുത്ത സ്ലൈഡ്. ചോദ്യവാക്ക്. നമ്മൾ നേരത്തെ കുതഹ എന്നുള്ള ഇപ്പം കഴിയും. കുതഹ ഒരു ചോദ്യവാചകം തന്നെയാണ്. 53 തന്നെ ഒരു ചോദ്യവാചകമാണ് കെ എന്നുള്ളത്. കഹ ആര്, കെ ആരൊക്കെ, എന്തൊക്കെ എന്നുള്ളതിന് അർത്ഥം പറയുന്ന പ്രയോഗമാണ് കെ എന്നുള്ളത്. അപ്പൊ ബാലകാഹ ക്രീഡാങ്കണേ ക്രീഡന്തി. ക്രീഡാങ്കണേ ആരൊക്കെയാണ് കളിക്കുന്നത്? ആരൊക്കെയാണ് കളിക്കുന്നത് എന്ന് ചോദിക്കണമെങ്കിൽ ബാലകാഹ ക്രീഡന്തി. അതെ 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 അതെ. മൈക്ക് ഓഫ് ആക്കിക്ക്, മൈക്ക് ഓഫ് ആക്കിക്ക്. പർവ്വതേ വൃക്ഷാഹ സന്തി. പർവ്വതേ കേ സന്തി. വൃക്ഷാഹ വാനരേ ഉപവിശന്തി. വൃക്ഷേ കേ ഉപവിശന്തി. ആരൊക്കെയാണ് ഇരിക്കുന്നത്? ഓക്കെ. കക്ഷ്യായാം ഛാത്രാഹ പഠന്തി. കക്ഷ്യായാം എല്ലാവരും മൈക്ക് ഓഫ് ആക്കിയാൽ കേൾക്കാം. മൈക്ക് ഓഫ് ആക്കിയാൽ കേൾക്കാം. പറയുന്ന കേൾക്കുന്നില്ല, സ്റ്റക്കാവുന്നേ. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടാവും. ഇപ്പൊ കേൾക്കുന്നുണ്ടാവുമല്ലോ. ഇനി ആറാമത്തെ പാഠം. നമ്പർ എവിടുത്തെ വരുവാ? നമ്പർ 20 വരെയുള്ളത് പഠിക്കണം. അതിനുശേഷം 10, 20, 30, 40 വരെ 50 കൂടി പഠിച്ചോ. ഇനി ഈ പാഠത്തിലുള്ള പ്രധാനപ്പെട്ട ഒരക്ഷരം നമ്മൾ എഴുതി പഠിക്കേണ്ടത് ച എന്ന അക്ഷരമാണ്. ഏതിന്റെ? ഈ ചിത്രത്തിന്റെ ആണോ? ക്രീഡാങ്കണം, ഗ്രൗണ്ട്, കളിസ്ഥലം. ക്രീഡാങ്കണം, കളിസ്ഥലം. ചോദിച്ചോ. കുത്ര എവിടെ? കുതഹ എവിടെ നിന്ന്? കെ എന്ന് വെച്ചാൽ ആരൊക്കെ എന്നർത്ഥം. പിന്നെ ഇത് നമുക്ക് ക്ലാസ് തീർക്കണ്ടേ? വേഗം നോക്കേ. അടുത്ത ഈ പാഠത്തിലുള്ള അടുത്ത അക്ഷരം ശ എന്ന അക്ഷരാണ്. ശ എഴുതുമ്പോ പേജ് 54 എടുക്കേ. കതി എത്ര? മൈക്ക് ഓഫ് ആക്കിയിട്ടൊന്ന് കേൾക്കേ. ഈ പാഠത്തില് ശ്രദ്ധിക്കുക. ഈ പാഠത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അക്ഷരം ശ ആണ്. ശ എഴുതുമ്പം ശ്രദ്ധിക്കണം. ശ എന്നതിന് ഒരു വര കൂടെയുണ്ട്. ജന്മനാ ഒരു വടി കൂടെയുണ്ട്. വടി ഓർമ്മിച്ചാൽ മതി കേട്ടാ. അപ്പൊ ഏതൊക്കെ അക്ഷരത്തിനാ വടിയുള്ളത് എന്ന് വെച്ചാല് ഗ, ണ, ശ. ഗണേശൻ എന്ന് ഓർമ്മിച്ചാൽ മതി. ഗ, ണ, ശ. ഗണേശനിലെ ഗണപതി. അപ്പൊ ഗണേശന്റെ കയ്യില് വടിയുണ്ട് എന്ന് ഓർമ്മിക്കാം. അപ്പൊ ഗ, ണ, ശ എന്നതിന് ഒരു വരയുണ്ട്. അപ്പൊ അതിന് ഗ എന്നൊക്കെ ആവുമ്പോ ഒരു വരം കൂടി 2 വരയുണ്ടാവും അല്ലെ. ഇവിടെ താഴെ ടെക്സ്റ്റിൽ നോക്കിയാല് ശ എന്നുണ്ട്. അതിന് 2 വര കാണുന്നുണ്ട്. ശ
ടി എന്നുള്ളതിന് അപ്പുറവും ഇപ്പുറവും വരിയുണ്ട്. അപ്പോ ഷ എന്നുള്ളത് ആദ്യം തന്നെ ഒരു വരിയുണ്ട്, അതിന്റെ കൂടെയാണ് ചിഹ്നങ്ങൾ ചേരുന്നത് എന്നുള്ളത് ഓർമ്മിക്കണം. പല കുട്ടികളും ഷ എന്നതിന് ആദ്യത്തെ ആ ഒരു 2 പോലെയുള്ളത് മാത്രം ഇട്ടിട്ട് ചിഹ്നങ്ങൾ ചേർക്കുന്നവരുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഷ ഏത് കഥീന്ന് പറഞ്ഞാല് കതി എന്ന് വെച്ചാൽ എത്ര എന്നാണ് അർത്ഥം. ക്രീഡാങ്കണം എന്ന് വെച്ചാൽ കളിസ്ഥലം. തിഷ്ഠന്തി എന്ന് വെച്ചാൽ നിൽക്കുക. കിം എന്ത്? കെ ആരൊക്കെ, കഹ ആര്, കെ അതിന്റെ ബഹുവചനാണ്. കെ ആരൊക്കെയാണ് കളിക്കുന്നത്, ആരൊക്കെ, എന്തൊക്കെ. ഇരിക്കുക. മരത്തിൽ ആരൊക്കെയാണ് ഇരിക്കുന്നത്? മരത്തിൽ വാനരന്മാരാണ്. അടുത്ത 6ാമത്തെ പാഠം. മാഷ അടുത്ത സ്ലൈഡ് അടുത്ത നോക്കെ. 6ാമത്തെ പാഠത്തില് 6ാമത്തെ പാഠം എന്ന് വെച്ചാല് നമ്മള് ഒരു ജില്ലേനെ കുറിച്ചുള്ള പാഠമാണ്. ഒരു ജില്ല, ഏത് ജില്ലയാണ്? പാലക്കാട്. പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊന്നും ഓർമ്മിച്ചു വെക്കുക. പാഠം മുഴുവനായിട്ടൊന്നും വായിക്കുന്നില്ല. പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങള് ഒന്ന് മലമ്പുഴ അല്ലെ, മലമ്പുഴ ജലസംഭരണി, പറമ്പിക്കുളം വന്യജീവി സങ്കേത, കൊല്ലങ്കോട് ദേശ, സൈലന്റ് വാലി വനം, ടിപ്പുദുർഗ. അപ്പൊ ഇത്രയും സ്ഥലങ്ങള് പാലക്കാട് ഉള്ളതാണെന്ന് ഓർമ്മിക്കണം. ഏത്? പാലക്കാട് കൽപ്പാത്തിയിലുള്ള രഥോത്സവം അല്ലെ, അതും ഓർക്കേണ്ടതാണ്. ഓർമ്മിപ്പിച്ചതിന് സൈലന്റ് വാലി. പാലക്കാടാണ്. ഇത്രയും കാര്യങ്ങളാണ് അവിടെയുള്ളത്, പാലക്കാട് ജില്ലയിലുള്ളത്. നോക്കാം. ഇനി ആ വന്യജീവി സങ്കേതം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ജീവികളുടെ പേരും അവിടെ പഠിക്കാനുണ്ട് അല്ലേ? പ്രധാനപ്പെട്ട പദങ്ങൾ ഉള്ളത് ജലസംഭരണി. പക്ഷെ അടുത്ത സ്ലൈഡ്. ജലസംഭരണി, താലവൃക്ഷ, കേദാരഹ, വനമഹിഷ, ഹരിതാഭ. ഇങ്ങനെയുള്ള ആ കുത്തുകുത്തിട്ടത് കൊണ്ട് തന്നെ ഡോട്ട് ഇട്ടത് എന്താ? ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പദങ്ങൾ നിങ്ങൾ എഴുതി പഠിക്കേണ്ടതാണ്. ജലസംഭരണി അറിയാലോ, ജലസംഭരണി തന്നെ ഡാമിന്. അതെ, താലവൃക്ഷ, കേദാരഹ വയല്, വനമഹിഷ കാട്ടുപോത്ത്, ഹരിതാഭ. അങ്ങനെയുള്ള കുറച്ച് പദങ്ങള്. പിന്നെ 62 ടെക്സ്റ്റിലുള്ള 62ാമത്തെ പേജ്. 62ാമത്തെ പേജ് ഒന്ന് നോക്കണം. ചാതകാഹ. നോക്കാം. ചാതകഹ എന്ന് വെച്ചാൽ വേഴാമ്പലാണ് അർത്ഥം. കേരളസ്യ ഔദ്യോഗിക പക്ഷിയാണ് ചാതകഹ. അത് ഓർമ്മിക്കണേ. ഈ പുറത്തുനിന്നുള്ള ചോദ്യം വരുമോ എന്ന് ചോദിച്ചാൽ ഈ ചോദ്യം അതെ. ചാതകഹ കേട്ടോ, ചാതകഹ. അപ്പൊ അത് കുറയാനുള്ളതുകൊണ്ടാണ് ചാതകാഹ എന്ന് പറഞ്ഞത്. മക്കളെ വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങള് മൈക്ക് ഓഫ് ആക്കിയിട്ട് വായിച്ചോളൂ. മൈക്ക് ഓൺ ആക്കിയിട്ട് വായിക്കേണ്ട ആവശ്യമില്ല. യാതൊരു കാരണവശാലും പിന്നീട് ഇത് റിമൂവ് ചെയ്യും. മൈക്ക് ഓഫ് ആക്കേ. അപ്പൊ ഇതില് പുറത്തുനിന്നുള്ള ചോദ്യം വരാൻ സാധ്യതയുള്ളത് കേരളത്തെ ഔദ്യോഗിക പക്ഷി ചോദിച്ചേക്കാം. ചാതകഹ ഇവിടെ പറഞ്ഞോണ്ട് ചാതകഹ. പിന്നെ ഭാരതസ്യ ഔദ്യോഗിക പശു വ്യാഘ്രഹ, അതും ചോദിച്ചേക്കാം. പിന്നെ ഭാരതസ്യ ഔദ്യോഗിക പക്ഷി
മയൂരഹ, വേഴാമ്പലും കടുവേൻ്റെതും മയിലിൻ്റെതും വരാം. പിന്നെ മാനിന്റെ പേര് ഹരിണഹ എന്നുള്ള നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അത് ഈ പാഠത്തില് ഹരിണഹ എന്നുള്ള വാക്കുണ്ട്. നമ്മൾ നേരത്തെ ഹ എന്ന അക്ഷരം എഴുതാൻ പഠിച്ചു. അതുപോലെ വനമഹിഷഹ എന്നതിലും ഹ എന്ന അക്ഷരമുണ്ട്. ചിലപ്പോൾ അവിടെയൊക്കെ വനമ ഡേഷ് ഷാഹ എന്ന് കൊടുത്താൽ ഹി എന്ന് എഴുതാൻ പറ്റണം, ഓർക്കണം. ഹരിണഹ ഡേഷ് രിണഹ ഹരിണഹ. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ പാഠത്തിലെയും പദങ്ങൾ പ്രത്യേകം പഠിക്കേണ്ടതാണ്. ഇനി അതിൽ ആ പാഠത്തിൽ തന്നെ വരുന്ന ഒരു ഭാഗമാണ് ദിക്കുകൾ, അല്ലേ? നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. അപ്പൊ നോർത്ത് വടക്ക് എന്നുള്ളതിന് പറയുന്നതാണ് ഉത്തരം. നമ്മൾ ചോദ്യത്തിന്റെ ഉത്തരം എന്നല്ല പറയുന്നത്. ഉത്തരം എന്ന് വെച്ചാൽ വടക്ക്, നോർത്ത് എന്ന അർത്ഥാണ് വടക്ക്. പൂർവം എന്ന് വെച്ചാൽ കിഴക്ക്. ദക്ഷിണം തെക്ക്. പശ്ചിമം പടിഞ്ഞാറ്. ഉത്തരം ദക്ഷിണം. അത് നേരെ വിപരീതമുള്ളതൊന്നും ആലോചിക്കും. ഉത്തരം ദക്ഷിണം, പൂർവം പശ്ചിമം. കിഴക്ക് പടിഞ്ഞാറ്, പൂർവം പശ്ചിമം. ആ വാക്കൊന്ന് ഓർത്ത് വെക്കണം. അതുപോലെ ആ ഒരു ജില്ലേന്റെ കൊടുത്തിട്ട് പാലക്കാട് ജില്ലയുടെ ഉത്തരഭാഗത്ത് മലപ്പുറമുണ്ട്, ദക്ഷിണ ഭാഗത്ത് തൃശ്ശൂരുണ്ട്, പശ്ചിമ ഭാഗത്ത് എന്താ ഉള്ളത്? പശ്ചിമ ഭാഗത്ത് അറബസമുദ്ര, അറബിക്കടല്. കിഴക്ക് ഭാഗത്ത് തമിഴ്നാടു, അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് ദിക്കുകൾ പഠിക്കണേ. ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത് പഠിക്കാനുള്ളത് അറബ സമുദ്രം എന്ന് പറയും. അറബ സമുദ്രം, സമുദ്രം തന്നെ മലയാളത്തിൽ പറയുന്നത് പോലെ തന്നെയാണ് പറയാം. പിന്നെ പഠിക്കേണ്ടത് 14 ജില്ലകളുടെ പ്രത്യേകതകൾ. നിങ്ങൾ LSS എഴുതുന്നത് കൊണ്ട് തന്നെ ജില്ലകളെ കുറിച്ചുള്ളത് പ്രത്യേകം പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഓരോ ജില്ലേന്റെ പ്രത്യേകത ഒന്ന് പഠിക്കുക. ഇതിന്റെ അകത്ത് ചോദിക്കാവുന്ന ഒരു ജനറൽ ചോദ്യം എന്ന് വെച്ചാല് ഒന്ന് എഴുതി വെച്ചോ. കേരളസ്യ രാജധാനി അതൊന്ന് എഴുതി വെക്കണം. കേരളസ്യ രാജധാനി രാജധാനി എന്ന് വെച്ചാൽ തലസ്ഥാനം, കേരളത്തിന്റെ തലസ്ഥാനം. രാജധാനി എന്ന് വെച്ചാൽ തലസ്ഥാനം. അത് ശരിയാണ്. അറിയാത്തവരൊന്ന് എഴുതി വെച്ചോട്ടെ. അറിയാത്തവരൊന്ന് എഴുതി വെക്കട്ടെ. കഴിഞ്ഞിട്ട് ബാക്കി എന്താ? കേരളസ്യ മൈക്ക് ഓണാക്കല്ല. മൈക്ക് ഓഫാക്കോ കുട്ടി. കേരളസ്യ രാജധാനി കേരളത്തിന്റെ തലസ്ഥാനം ഏതാണ്? ഉത്തരം തിരുവനന്തപുരമാണ്. പിന്നെ കേരളസ്യ സാംസ്കാരിക രാജധാനി തൃശ്ശൂരല്ലേ? കേരളസ്യ സാംസ്കാരിക രാജധാനി തൃശ്ശൂർ, സാംസ്കാരിക തലസ്ഥാനം. അതെ, തൃശ്ശൂർ. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത്, മൈക്ക് ഓഫാക്കിയാൽ എല്ലാവർക്കും കേൾക്കാലോ. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് ടീച്ചറേ, സാംസ്കാരിക രാജധാനി, സാംസ്കാരിക രാജധാനി തൃശ്ശൂർ. പിന്നെ കേരളത്തിന്റെ മുഖ്യ സജീവഹ എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു. മന്ത്രി. മുഖ്യ സജീവഹ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓപ്ഷൻ ഉണ്ടാവും, ടിക്ക് ഇടുമ്പോ മാറിപ്പോവരുത്. പിന്നെ രാജ്യപാലഹ, അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോ. രാജ്യപാലഹ, കേരളത്തിന്റെ ഗവർണർ ആണ് രാജ്യപാലഹ എന്നുള്ളത്. രാജ്യപാലഹ, അതെ, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഈ ചോദ്യം മറ്റൊരു തരത്തിലും ചോദിച്ചേക്കാം, ഇങ്ങനെയും ചോദിച്ചേക്കാം. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ
കേരളസ്യ ഡേഷ് ഭവതി. ബ്രാക്കറ്റിലെ മുഖ്യ സചിവ രാജ്യപാല. ഗവർണർ എന്ന് ചോദിക്കൂല. മുഖ്യ സചിവ രാജ്യപാല എന്ന് ബ്രാക്കറ്റിലുണ്ട്. അപ്പൊ എഴുതേണ്ടത് രാജ്യപാല എന്നാണ്. രാജ്യപാല എന്നാണ്. ഒരു അല്ലേ ഇന്ത്യ പോലത്തെ രാജ്യം എന്ന് സംസ്കൃതത്തിലും ഹിന്ദിയിലൊക്കെ സംസ്ഥാനത്തിനാണ് രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ രാജ്യപാല ഗവർണർ. കേരളത്തിൽ രാജ്യത്തിനെന്താ പറയല്? രാഷ്ട്രം 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 രാഷ്ട്രം. അതെ, രാഷ്ട്രം എന്ന് പറയും. ഭാരതം മമ രാഷ്ട്രം. അതെ എന്നും പറയും. ഭാരതം മമ രാഷ്ട്രം എന്നാണ് പ്രതിജ്ഞയില് പറഞ്ഞത്. ഇന്ത്യ എന്റെ രാജ്യമാണ് എന്നുള്ളതിന് ഭാരതം മമ രാഷ്ട്രം. രാജ്യപാല എന്ന് വെച്ചാൽ ഗവർണർ എന്നാണ് അർത്ഥം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അപ്പൊ എങ്ങനെ ചോദിച്ചാലും ഉത്തരം എഴുതാൻ പറ്റണം. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരുവിധം ജില്ലകളുടെ എല്ലാ പ്രത്യേകതകളും ഒന്ന് പഠിക്കണേ. ജനറൽ ആയിട്ടുള്ളത് മന്ത്രിമാരുടേതും പിന്നെ ഒരു വിദ്യാഭ്യാസ മന്ത്രി. ശിക്ഷാ സചിവ എന്ന് ചോദിക്കാം. വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസ മന്ത്രി എന്ന് തന്നെ ചോദിച്ചേക്കാം ഒരുപക്ഷെ. അല്ലെങ്കിൽ ശിക്ഷാ സചിവ ശിവൻകുട്ടി. ശിക്ഷാ സചിവ. പിന്നെ മന്ത്രിയുടെ ചോദിക്കാൻ സാധ്യതയുള്ളത് ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യ സചിവ, സ്വാസ്ഥ്യ സചിവ എന്നൊക്കെ ചോദിച്ചേക്കാം. ആരാണ്? അതെ, വീണ ജോർജ്. അപ്പൊ ഇത്രയും വീണ ജോർജ്. അതെ അതെ അതെ, വീണ ജോർജ്. പ്രധാനമന്ത്രിക്ക് എന്താ പറയുക? ഇതിലെ പ്രധാനമന്ത്രിക്ക് എന്താ പറയാ? രാഷ്ട്രസചിവ. പ്രധാനമന്ത്രിക്കും അറിയാ. രാഷ്ട്ര സചിവ എന്നാ പറയാ. ടീച്ചർ ക്ലാസ് എപ്പ കഴിയാ? പ്രധാനമന്ത്രി എന്നും പറയും, പ്രധാന സചിവ എന്നും പറയും. അപ്പൊ ഈ 6 പാഠത്തിലെ നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് 6ാമത്തെ പാഠം വരെയാണ് വരിക എന്നുള്ളതാണ് ഒരു ഏകദേശം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് 7ഉം 8ഉം കൂടി ഒന്ന് നോക്കാം. 7ാമത്തെ പാഠത്തിൽ പ്രധാനപ്പെട്ടത് പഠിക്കാനുള്ളത് പിന്നെ 72ാമത്തെ പേജില് എല്ലാം നമുക്ക് ഈ 4ാം ക്ലാസ്സിലെ മൊത്തം 72 പേജ്. 4ാം ക്ലാസ്സിലെ മൊത്തം ബഹുവചനാണ് പഠിക്കാനുള്ളത്. സ്നേഹച്ഛായ ഒന്ന് സ്ക്രീന് നോക്കാം. ബഹുവചനാണ് പഠിക്കാനുള്ളത്. നേരത്തെ എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. വൃക്ഷഃ വൃക്ഷാഃ, പക്ഷി പക്ഷിണഃ, പശുഃ പശവഃ, ഉരഗഃ ഉരഗാഃ. അതിന് ബഹുവചനം ഒന്ന് നോക്കണം. പിന്നെ വർഷതി ഹർഷതി എന്നുള്ള 2 വാക്ക് പേജ് 72 പേജ് 70 വർഷതി ഹർഷതി. നിങ്ങൾക്ക് ഇത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും ചിലപ്പോ ചില സ്കൂളില്. പിന്നെ 72ാമത്തെ പേജിലുള്ള നോക്കാം. ബാലാഹ ഗൃഹേ വസന്തി. ബാലാഹ കുത്ര വസന്തി? ബാലാഹ ഗൃഹേ വസന്തി. അവിടെ വീട് എന്നുള്ളതിന് ഗൃഹം എന്നാണ് പറയാ. 72ാമത്തെ പേജിലുള്ളതാണ് പറയുന്നത്. ടെക്സ്റ്റില് 72ാമത്തെ പേജിലുള്ളത്. ഗൃഹം എന്നാൽ വീട്. വീട്ടിൽ എന്ന് പറയണമെങ്കിൽ ഗൃഹേ. കാനനം കാട്, കാനനേ കാട്ടിൽ. ജലം ജലത്തിൽ എന്ന് പറയണെങ്കിൽ ജലേ. ഇപ്പൊ തീരും. വൃക്ഷഃ മരം, വൃക്ഷേ മരത്തിൽ എന്നർത്ഥം. പിന്നെ
ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ല. കേൾക്കുന്നില്ലേ? മൈക്കൊന്ന് ഓഫാക്കിയാൽ ക്ലിയർ ആവുമെന്ന് തോന്നുന്നു. എട്ടാമത്തെ ആ 7ഉം 8ഉം ഒന്ന് ഓടിച്ച് പോവാം. എട്ടാമത്തെ പാഠത്തില് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണുള്ളത്. മഹാത്മാഗാന്ധിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ കുറേന്ന് വെച്ചാൽ 6 12 പ്രമുഖരെ കുറിച്ചുള്ള ചിത്രം, പ്രമുഖരുടെ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ ഒക്കെ ഒന്ന് അറിയണം. ഇതൊന്ന് നോക്കിയേ സ്ലൈഡിലുള്ളത്. ബാലാഹ ഗൃഹേ ഡേഷ്, വസതി എന്നാണോ വേണ്ടുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ വസന്തി, ബാലാഹ കുട്ടികൾ, ഒരുപാട് കുട്ടികളായതുകൊണ്ട് വസന്തി എന്നാണ് ഉത്തരം. ഹരിണാഹ ഡേഷ് വസന്തി, കാനനം അല്ല. അവിടെ ശ്രദ്ധിക്കേ, ഒന്ന് ശ്രദ്ധിക്കാം. അവിടെ നോക്കാം ശ്രദ്ധിക്കാം. മൈക്ക് ഓഫ് ആക്കൂട്ടളെ. ഹരിണാഹ കാനനം വസന്തി നാവോ, മാനുകൾ കാട് വസിക്കുന്നേ ആവുള്ളൂ. അപ്പൊ മാനുകൾ കാട്ടിൽ വസിക്കുന്നതാവണമെങ്കിൽ കാനനെ എന്ന് ചേർക്കണം. മീനാഹ ഡേഷ് വസന്തി, ജലേ. പക്ഷിണഃ ഡേഷ് വസന്തി, വൃക്ഷേ. വൃക്ഷേ. അതിൽ എന്ന് പറയണമെങ്കിൽ കാനനെ, ഗൃഹേ, വൃക്ഷേ, ജലേ എന്നൊക്കെ വേണം. ഡേഷ് ഭൂമേഹ പുത്രാഹ, വയം. അഹം എന്നുള്ളത് ഞാൻ, വയം ഞങ്ങൾ. വയം കുറെ ആളായതുകൊണ്ട് എവിടെ തന്നെയുണ്ട്, ടെക്സ്റ്റിൽ തന്നെയുണ്ട്, ഒന്ന് നോക്കണം. പക്ഷി മൃഗാദയ ഡേഷ് സോദരാഹ, വയം എന്ന് വെച്ചാൽ ഞങ്ങൾ, അസ്മാകം എന്ന് വെച്ചാൽ ഞങ്ങളുടെ. അപ്പൊ പക്ഷി മൃഗാദയ അസ്മാകം, ഉത്തമം. അസ്മാകം സോദരാഹ. മാഷെ അടുത്ത സ്ലൈഡ് എടുത്ത മാഷെ. അപ്പൊ ഇവിടെ സഹനമേവ ശസ്ത്രം എന്നുള്ള അവസാനത്തെ പാഠത്തില് ഭാരതസ്യ രാഷ്ട്രപിത, ഇത് ആ പാഠത്തിൽ നിന്ന് വന്നിട്ടില്ലെങ്കിലും ജനറൽ ആയിട്ട് ഇത് ചോദിക്കാം. ഭാരതസ്യ രാഷ്ട്രപിത മഹാത്മാഗാന്ധി, ഭാരതസ്യ രാഷ്ട്രപതി. ആ പതിയും പിതാവും മാറിപ്പോവരുത്, അതെ. ഭാരതസ്യ പ്രഥമ പ്രധാനമന്ത്രി എന്ന് വെച്ചാൽ ആദ്യത്തെ പ്രധാനമന്ത്രി. അത് ശ്രദ്ധിക്കണം. പ്രഥമ പ്രധാനമന്ത്രി എന്ന് വെച്ചാൽ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അതെ. ഭാരതത്തെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി. ദേശീയ പതാകയെ കുറിച്ചും ഈ 8ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. ദേശീയ പതാക ഉപരി കഹ വർണ്ണ, മുകളിൽ എന്താ വർണ്ണം, ദേശീയ പതാകയുടെ നടുവിൽ എന്താ വർണ്ണം. മാഷെ അടുത്ത സ്ലൈഡ് ഒന്ന് എടുത്തോ മാഷെ. അതിന്റെ അടുത്തത് ഇത് ആ ടെക്സ്റ്റിലുള്ള പ്രമുഖരെ പേരുകളാണ്. ഇത് സ്ലൈഡ് അയച്ചു തരാം. അപ്പൊ ഒന്നുകൂടി ഒന്ന് നോക്കുക. മാഷ അടുത്തതായിക്കോട്ടെ. കഴിഞ്ഞാ? ദേശീയ പതാകന്റെ ഒന്നല്ലേ മാഷെ? ദേശീയ പതാകന്റെ ഒന്ന് നോക്കിയാ ആ വർണ്ണങ്ങള്, മുകളിലത്തെ കേസരവർണ്ണ, നടുവിലത്തെ ശ്വേതവർണ്ണ, അവസാനത്തേത് ഹരിതവർണ്ണ. അപ്പൊ ഈ 3 വർണ്ണങ്ങളൊന്ന് പഠിക്കുക. എത്ര വർണ്ണങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 3. ചിലപ്പോ ത്രയഹ എന്ന് കാണാം. അപ്പോ അത് അതെ, ത്രിവർണ്ണ പതാക. ഇനി അവസാനത്തെ സ്ലൈഡ് മാഷെ. കുട്ടികളെ പേരെന്ന് പറഞ്ഞോളൂ ടീച്ചറെ. അത് സ്ലൈഡ് അയച്ചു തരേ. സ്ലൈഡ് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കും കേട്ടോ.
ഓക്കെ. ആ അപ്പൊ ഈ അവസാനത്തെ നോക്കാം. നമ്മൾ ഓരോ പാഠത്തിലും കുട്ടികളെ മൈക്ക് ഓഫ് ആക്കിയിട്ട് ഒന്ന് കേൾക്കൂ. ആ റിയോ എന്ന് ഫോണില് ഒന്ന് ഓഫാക്കേ. എല്ലാ പാഠത്തിലും അക്ഷരവും ചിഹ്നവും ഉണ്ട്. നമ്മളെ ശ്രദ്ധയിൽ അധികം പെടാത്ത, നമ്മളെല്ലാം എഴുതി പോയിട്ടുണ്ടാവും, പക്ഷെ അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് അല്ലെ. വർത്താനം പറഞ്ഞുകൊണ്ടെല്ലാം ചിലപ്പോൾ എഴുതിയിട്ട് ചിഹ്നൊന്നും ഏതാന്ന് മനസ്സിൽ ഉറച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നോക്കാം, ക, കാ, കി, കി. അത് കീ എന്ന് എഴുതുമ്പോ ഏത് ഭാഗത്താണ്, ഇടത്താണോ വലത്താണോ ചിഹ്നം വരുന്നത്? കൂന്ന് എഴുതുമ്പോ മുകളിലാണോ താഴെയാണോ? അതെല്ലാം ശ്രദ്ധിക്കണം. ഇത് എഴുതിയിട്ട് തന്നെ പഠിക്കണം. എല്ലാവർക്കും തെറ്റുന്നത് കെ, കൈ, കോ, കൗ ആണ്. എ, ഐ എന്നുള്ള ചിഹ്നം അക്ഷരത്തിന് തൊട്ട് മുകളിലാണ് വരുന്നത്, തലക്ക് മുകളിലാണ് വരുന്നത്. അതുപോലെ ഓ, ഔ എന്നുള്ള ചിഹ്നം അക്ഷരം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഓർമ്മിക്കൂലേ? എ, ഐ തലക്ക് മുകളില്, ഓ, ഔ അക്ഷരം കഴിഞ്ഞിട്ട് അതിന്റെ വലതു ഭാഗത്താണ് വരുന്നത്. പിന്നെ ഇവിടെ എന്തിനാ 2 അക്ഷരം കൊടുത്തതെന്ന് വെച്ചാൽ, നേരത്തെ ഗണേശന്റെ പറഞ്ഞില്ലേ നമ്മള്, ഗ, ണ, ശ എന്നതിന് ജന്മനാ തന്നെ ഒരു വര കൂടിയുണ്ട്, വടി കൂടിയുണ്ട്. അപ്പോ ശ എന്ന അക്ഷരത്തിന് ശ എന്നാവണമെങ്കിൽ ഒരു വരയും കൂടി ആകുമ്പോ നമുക്ക് 2 വര ഇട്ടിട്ട് കാണുന്നുണ്ടല്ലേ? ഒരു വരയേ ഉള്ളൂ. കാ എന്നുള്ളതിന് ഒരു വര ഇട്ടത് തന്നെയാണ് ഷാക്ക് ഇട്ടിട്ടുള്ളത്. പക്ഷെ ഷാക്ക് ആദ്യം തന്നെ ജന്മനാ ഒരു വടി ഉള്ളത് കൊണ്ടാണ് 2 വടി ഉള്ളത് പോലെ തോന്നുന്നത്. അപ്പൊ ഷാന്ന് എഴുതുമ്പോ ഗ, ണ, ശ ഈ അക്ഷരത്തിനും ചിഹ്നങ്ങൾ ചേർക്കുമ്പം ശ്രദ്ധിക്കണം. അതുപോലെ ഷു എന്നെല്ലാം എഴുതുമ്പം ആദ്യത്തെ 2 പോലെ എഴുതിയതിന്റെ നേരെ താഴെ ഊന്ന് എഴുതാൻ പാടില്ല. ആ വരക്കാണ് ഊ ചിഹ്നം ഇടേണ്ടത്. കുറെ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എൻ്റെ സ്കൂളിലൊക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ശ്രീ എന്ന് എഴുതുമ്പോൾ ചെറിയൊരു മാറ്റം, അത് അച്ചടിയിൽ തന്നെ വരുന്നതാണ്. അല്ലാതെ ശ്രീ എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഷാന്ന് എഴുതി അതിന് താഴെ ശ്രീ ആക്കിയാൽ. ഓക്കെ, എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ടോ എന്നല്ലേ? വേറൊരാളുടെ മുഖമെല്ലാം ഉറക്കം വന്നല്ലോ. അപ്പോ ഈ അക്ഷരങ്ങള് ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാൻ പഠിക്കണം. ഇത് ചിലപ്പം വിട്ടുവിറ്റ് വരാം. ക എന്ന് എഴുതിയിട്ട് ഡേഷ് കി, ക ഡേഷ് കി. അപ്പൊ കാ എന്ന് എഴുതാൻ ചിഹ്നം ചേർത്ത് എഴുതാൻ അറിയണം. അപ്പൊ അങ്ങനെയും ചോദിച്ചേക്കാം. അപ്പൊ ഇത്രയും ആണ് സ്ലൈഡുകൾ ഇന്ന് ആക്കിയിട്ടുള്ളത്, ക്ലാസ് ഉദ്ദേശിച്ചത്. അപ്പം വിശദമായിട്ട് പറയാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായതിന് ഒന്നുകൂടി ഈ പാഠഭാഗങ്ങളൊക്കെ, ഈ പ്രധാനപ്പെട്ട പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നോക്കുക. എല്ലാവരും, രക്ഷിതാക്കളും കുട്ടികളും ടീച്ചർമാരും എല്ലാവരും കൂടി ഒന്നുകൂടി നോക്കിയിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, പ്രസാദ് മാഷേ. എല്ലാവരും വളരെ സാഹോദര്യരായിട്ട് ക്ലാസ്സിൽ പങ്കെടുത്തു. എല്ലാവർക്കും അഭിനന്ദനങ്ങള്. അപ്പോ എല്ലാവരും പരീക്ഷയില് ഉന്നതമായ ഒരു വിജയം കരസ്ഥമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ക്ലാസ് അറിയിക്കും. ധന്യവാദം.